ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരൂൻ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. നിത്തായി ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിത്തായി ഗൗര ഹരി ബോൽ. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്. ജയ ജയ ഗുരുദേവ്. एवं श्री विष्णुपाद परमहंस परिव्रजाचार्य अष्टोत्तर शतकेंद्रीय सखयाचरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. अनंत कोटि वैष्णववृंद की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रमैया सोर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം.
എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു. ഒപ്പം ശ്രീ ഗുരു പരമ്പരയ്ക്കും ശ്രീ പ്രഭുപാദന് പ്രത്യേകിച്ചും അതുപോലെ എൻ്റെ ശിക്ഷാഗുരുക്കന്മാർക്കും എൻ്റെ ദീക്ഷാഗുരുവിനും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീല അധ്യായം 5 ശ്ലോകം 21 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം. എന്താണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അതിലെ 21ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ശ്ലോകം 21. പ്രേമനേത്രേ ദേഖേ താരാ സ്വരൂപ പ്രകാശ ഗോപ ഗോപി സങ്കേയാൻ ഹ കൃഷ്ണേരവിലാസ. പക്ഷേ ഭഗവത് പ്രേമത്തിന്റെ നേത്രങ്ങൾ കൊണ്ട് കൃഷ്ണൻ ഗോപകുമാരന്മാരോടും ഗോപകന്യകമാരോടും ഒത്ത് ലീലകളാടിയ സ്ഥലത്തിന്റെ യഥാർത്ഥ സ്വരൂപം ദർശിക്കാൻ കഴിയും. ഓമജ്ഞാതിമരന്തസ്യ ജ്ഞാനശലാകയ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഗോലോക വൃന്ദാവനത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചും അവിടെ ഇപ്പൊ നിത്യാനന്ദ പ്രഭു അഥവാ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യത്തെ കുറിച്ച് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ അവതരിക്കാനുള്ള രഹസ്യ കാരണങ്ങൾ, അതിനു മുൻപ് പഠിച്ചത് ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ. ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യം. അപ്പൊ ആരാണ് നിത്യാനന്ദ പ്രഭു? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങൾ എന്തൊക്കെയാണ്? ചൈതന്യ ലീലയിൽ എത്രമാത്രം നിത്യാനന്ദ പ്രഭുവിന് അദ്ദേഹം ഇതിന് സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ നിത്യാനന്ദ പ്രഭു മൂല കാരണം. അപ്പൊ ഇതെല്ലാമാണ് ഈ അധ്യായത്തില് വിവരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാന്റെ ഭൂമിയെ ചിന്താമണി രത്നവും വനങ്ങൾ കൽപ്പവൃക്ഷ നിബിഡവുമാണ്. എങ്കിലും ഭൗതിക നേത്രങ്ങൾ അതിനെ ഒരു സാധാരണ സ്ഥലമായി കാണുന്നു. അപ്പൊ നമ്മള് ഭൗമ വൃന്ദാവനം, അപ്പൊ ഈ ഭൗമ വൃന്ദാവനത്തില് ഭഗവാൻ വരുന്നതും ബലരാമൻ വന്നതും അവര് ലീലയാടിയതും, അപ്പൊ അത് സാധാരണ ആൾക്കാര് ഒരു പക്ഷെ അതിനെ വെറും ഒരു സാധാരണ അവനവന്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്ന രീതിയിലും അതുപോലൊരു സാധാരണ സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പം ഭഗവത് പ്രേമം, അപ്പൊ നമ്മൾ എപ്പോഴും അതിനാണ് പ്രാധാന്യം. അപ്പൊ നമ്മളൊരു ഭഗവാന്റെ ഒരു വിഗ്രഹം കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഭഗവത് ഭക്തന്മാരെ കണ്ടാൽ പോലും അതിൽ കൂടിയെല്ലാം, അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് നമ്മൾ എന്തിനെ ദർശിച്ചാലും അതിനെ ഭക്തന്മാരെപ്പോഴും ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അതിനെ കാണുന്നത്. എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത ഈ ഭൗതിക ലോകത്തൊന്നുമില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴാ നമ്മൾ എല്ലാം ഭഗവാന്, കാരണം ഭഗവാൻ സർവ്വവ്യാപിയാണ്. അതിലേക്ക് ഉപരിയാണ് ഭഗവാന്റെ ധാമം, വൃന്ദാവന ധാമം. ആരാധ്യോ ഭഗവാൻ ബ്രജേന്ദ്ര ധനേസ്ധാമ വൃന്ദാവനം. ഭഗവാന്റെ ധാമം വൃന്ദാവന ധാമത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഭഗവാൻ ബ്രജേന്ദ്ര ധനയനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ധാമമായിട്ടുള്ള വൃന്ദാവന ധാമം, ഇതിനെയൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആരാധിക്കുമ്പോഴാ ആ ഭഗവത് ഭക്തിയോടുകൂടി, അതാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്, പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജ. അതായത് ഇപ്പൊ നമ്മൾ ഭഗവത് പ്രേമത്തിന്റെ നേത്രങ്ങൾ കൊണ്ട് വേണം ഭഗവാനെ ദർശിക്കാൻ. അല്ല നമ്മൾ ഭഗവാനെ ദർശിക്കുമ്പോൾ അതിനെ വെറും ഒരു ഭൗതിക രൂപമാണെന്നോ, ഈവൻ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയ്ക്കകത്ത്, അതായത് അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിത, അല്ലെ? അതായത് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു എന്ന്. അപ്പൊ അവരുടെ കണ്ണുകൾ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വീക്ഷണം, ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകളിൽ എപ്പോഴും പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം നിറയെ ഭഗവാനോടുള്ള സ്നേഹമായിരിക്കും. എവിടെ തിരിഞ്ഞാലും, എങ്ങോട്ട് തിരിഞ്ഞാലും, എന്തിനെ കണ്ടാലും, ഇപ്പൊ ഒരു മയിൽപീലി കണ്ടാലും മനസ്സിലായി, ഒരു മയിൽപീലി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മുളങ്കാട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർമേഘം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മിന്നൽ പിണര് കണ്ടു കഴിഞ്ഞാൽ, എല്ലാത്തിലും ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നവരാണ് ഭക്തന്മാര്. അപ്പൊ അതാണ് ഭക്തി, യഥാർത്ഥത്തിലുള്ള ഉന്നതമായ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് അതാണ്. പലരും പല വിധത്തിൽ ഭക്തിയെ വ്യാഖ്യാനിക്കാറുണ്ട്. അവരവരുടെ ഇംഗിതം, അവരവരുടെ ഭൗതിക കാഴ്ചപ്പാടിലൊക്കെ.
പക്ഷെ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള പരിശുദ്ധമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഭഗവാനോടുള്ള പരിശുദ്ധമായ പ്രേമമാണ്. ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന് പ്രീതിപ്പെടുത്തുക, ഭഗവാന് പ്രീതിയാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എല്ലാത്തിലും ആ ഒരു ആത്മീയത കാണാൻ പറ്റും. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള തികച്ചും ഭൗതികമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഭൗതിക ലോകത്ത് അവര് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാത്രമേ എല്ലാത്തിനെയും കാണൂ. പക്ഷേ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് എപ്പോഴായാലും ഒരു ഭക്തൻ ഭഗവത് പ്രേമത്തിന്റെ നേത്രങ്ങൾ, ആ ഭഗവത് പ്രേമത്തിന്റെ നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണണം. അപ്പം കൃഷ്ണന് ഗോപകുമാരന്മാരോട് ഗോപികന്യമാരോടൊക്കെ ലീലയാടിയ സ്ഥലം യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ ആ സ്വരൂപം, നമ്മൾ ആ ധാമം എന്ന് പറയുന്നത് എന്താണ്? അതും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അത് ഭഗവാനും വൃന്ദാവനവും തമ്മിലൊന്നും വ്യത്യാസമില്ല. കാരണം ഭഗവാൻ ലീലകളും ഭഗവാനും ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ രൂപവും എല്ലാം ഭഗവാനുമായിട്ട് വ്യത്യാസമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാം ഭഗവാന്റെ യഥാർത്ഥ ആ സ്ഥലം തന്നെ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ അല്ലെങ്കിൽ പദചിഹ്നങ്ങൾ പതിഞ്ഞ ആ സ്ഥലം പോലും നമ്മള് ഭാഗവതത്തിനകത്ത് വായിച്ചിട്ടുണ്ട്. അക്രൂരൻ അദ്ദേഹം ഭഗവാനെയും ബലരാമനെയും കൊണ്ടുപോകാനായിട്ട് വൃന്ദാവനത്തിൽ വരുമ്പോഴാ ഭഗവാന്റെ പദചിഹ്നങ്ങൾ പതിഞ്ഞ അവിടെ കണ്ടപ്പോഴാ അദ്ദേഹം ആ രഥത്തിൽ നിന്ന് എടുത്തു ചാടി അവിടെ വീണ് കിടന്ന് ഉരുളുകയായിരുന്നു. അപ്പൊ അതാണ് ഭക്തി എന്ന് പറയുന്നത്. എവിടെയും ഭഗവാനെ ദർശിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഭഗവാന്റെ ലീലകൾ നടന്ന ഓരോ സ്ഥലങ്ങളാണ്. ഭക്തിയോടുകൂടി നമ്മൾ അതിനെ കാണുക അല്ലെങ്കിൽ ഭക്തിയോടുകൂടി അതിനെ വീക്ഷിക്കുകയാണെങ്കിൽ തികച്ചും നമ്മുടെ മനസ്സിൽ ആ പരിശുദ്ധി ഉണ്ടാകും. പരിശുദ്ധി ഉള്ളിടത്തെ ഭഗവാനെ ദർശിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ആ പരിശുദ്ധി കൈവരുകയും ഭഗവാനോട് അതീന്ദ്രിയമായ സ്നേഹവും പ്രേമം കൂടി വർദ്ധിച്ചു വരികയും ചെയ്യും. ശ്ലോകം 22. ചിന്താമണി പ്രകരസാത്മസുകൽപ വൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്ര ശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഇത് ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകമാണ്. അതായത് ഭഗവാന്റെ ഈ സ്ഥലത്തിന്, അതായത് ഭഗവാന്റെ ധാമത്തിന്റെ വർണ്ണനകള് ഈ ബ്രഹ്മസംഹിതയില് ബ്രഹ്മദേവൻ വളരെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ആദികേശവ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാ അവിടെ ഇങ്ങനെ ബ്രഹ്മസംഹിതയുടെ ഒരു കോപ്പി കിട്ടി. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിപ്പം ഒരാളിനോട് ഒരു കാര്യം പറയുമ്പോഴേ, ഇപ്പം എക്സാമ്പിള് ഭാഗവതത്തിനെ കുറിച്ച് പറയും, നമ്മൾ അതിനകത്തുനിന്ന് എത്രയൊക്കെ വർണ്ണിച്ചാലും ഭാഗവതം കൈ കൊടുത്ത് നിങ്ങളും കൂടെ ഒന്ന് വായിക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ വിശ്വാസമാകും, അല്ലെ? കാരണം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്ര കാര്യങ്ങള് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ബ്രഹ്മാവന് മാത്രം, ബ്രഹ്മാവെന്ന് വെച്ചാൽ ആരാണ്? അദ്ദേഹം സൃഷ്ടികർത്താവാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉടലെടുത്ത ആളാണ് ബ്രഹ്മദേവൻ. അതായത് ബുദ്ധിയുടെ ഒരു പ്രതീകമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെയാണ് ഭഗവാൻ സൃഷ്ടി ചെയ്യാനായിട്ട് നിയോഗിച്ചത്. അപ്പോ ബ്രഹ്മദേവൻ അദ്ദേഹം കണ്ടു, അത് ഭഗവാൻ എവിടെയാണ് ആക്ച്വലി ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ധാമം എവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വിഭൂതികള്, അപ്പൊ ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കാൻ ഈ ബ്രഹ്മാവിന് പറ്റും. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ ബ്രഹ്മസംഹിത രചിച്ചത്. അപ്പൊ അതിന്റെ ഒരു കോപ്പി കിട്ടി. അതൊക്കെ ആക്ച്വലി ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം അവിടുന്ന് ആ കോപ്പി അവരോട് ചോദിച്ചിട്ട് അത് അവിടുന്ന് അദ്ദേഹം കൊണ്ടുവന്നു ഇവിടെ. അദ്ദേഹം അങ്ങനെയാണ് അത് ഇന്ന് നമ്മുടെ കൈകളിൽ എല്ലാം ഉണ്ടത്. ഇത് ആദികേശവ ടെമ്പിളിൽ ഇരുന്നെങ്കിൽ ആരെങ്കിലും അറിയുമോ കൃഷ്ണൻ ആരാണെന്നോ, അദ്ദേഹത്തിന്റെ ധാമം എന്താണെന്നോ, പിന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ഭൗതിക ലോകത്തെ നിലനിർത്തുന്നതെന്നോ, അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് ഭഗവാൻ ഏത് രീതിയിലാണ് അവിടെ അദ്ദേഹം ആസ്വദിക്കുന്നതെന്നോ വല്ലതും നമുക്കറിയാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ ബ്രഹ്മസംഹിതയിൽ കൂടിയാണ് മനസ്സിലാക്കിയത്.
അപ്പൊ ആധ്യാത്മിക രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും ലക്ഷോപലക്ഷം കൽപ്പവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ ധാമത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന സുരഭി പശുക്കളെ മേയ്ക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും കോടിക്കണക്കിന് ഐശ്വര്യ ദേവതമാരാൽ അത്യന്തം ഭക്താദരങ്ങളോടെ സേവിക്കപ്പെട്ടു. അപ്പൊ ബ്രഹ്മസംഹിതയിലെ 5-ാമത്തെ ശ്ലോക 29 അധ്യായത്തിൽ 29-ാമത്തിൽ പറയുന്നതാണ്. അപ്പൊ കൃഷ്ണന്റെ അതീന്ദ്രിയ ധാമത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു വിവരണമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പം അവിടെയോ കൽപ്പവൃക്ഷങ്ങൾ അല്ലേ, ചിന്താമണി പ്രകര സത്മത്വ കൽപ്പവൃക്ഷം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പോയി നിന്ന് ഭഗവാൻ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഭൗതിക ലോകത്ത് നമ്മൾ എങ്ങനെയാ ഭഗവാനെ സേവിക്കുന്നത്? നമ്മളെല്ലാ പച്ചക്കറികള് പഴവർഗ്ഗങ്ങളെല്ലാം കൊണ്ടുവന്ന് അത് വളരെ വൃത്തിയാക്കി അത് പാചകം ചെയ്ത് അതിൻ്റെതായ ശുദ്ധമായ വൃത്തിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ അത് സേവിക്കും, ഭഗവാൻ അത് നിവേദിക്കും. പക്ഷെ നമ്മൾ അവിടെ എന്താണ് ഗോലോകധാമത്തില് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഭഗവാന്റെ നമ്മൾ കൽപ്പവൃക്ഷം ഉണ്ടാവും, അവിടെ ചെന്നേച്ച് എനിക്ക് ഭഗവാൻ ഇന്നത് വേണം ഇന്ന് നിവേദിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൽപ്പവൃക്ഷം നമുക്ക് തരും. അതാണ് കൽപ്പവൃക്ഷം. അതേപോലെയാണ് വൈഷ്ണവർ. അതുകൊണ്ടാണ് കൽപ്പവൃക്ഷങ്ങളെ പോലെയാണ് വൈഷ്ണവർ എന്ന് പറയുന്നത്. കാരണം ഭഗവാന് നമുക്ക് നേരിട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് സേവിക്കാനോ പറ്റാത്തത് കൊണ്ട്, കാരണം നമ്മളെല്ലാം ഭൗതിക തലത്തിലെ ഭൗതിക ചിന്താഗതികൾ ഉള്ളവരാണ്, ആധ്യാത്മികമായി യാതൊരു ഉയർച്ചയും ഇല്ലാത്തവരാണ്. അപ്പം ആധ്യാത്മികമായി ഉൾക്കാഴ്ച ഉള്ളവരും അഥവാ ആധ്യാത്മികമായി ഏറ്റവും കൂടുതൽ ഉന്നതമായിട്ടുള്ള അറിവുള്ളവരും ജ്ഞാനമുള്ളവരുമായിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് നമുക്ക് വൈഷ്ണവരിൽ നിന്ന് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കും. അതിലുപരി അവരുടെ അനുഗ്രഹത്താൽ അവര് കൽപ്പവൃക്ഷത്തെ പോലെയാണ്, അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാനുള്ള കഴിവുണ്ട്. അതാണ് വാഞ്ചകൽപതരോഭ്യസ്ത കൃപാസിന്ധോഭ ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ എന്ന് നമ്മൾ വൈഷ്ണവരെ നമിക്കുന്നത്. അപ്പൊ അവര് കൽപ്പവൃക്ഷങ്ങളെ പോലെയാണ്, അവർക്ക് എന്തും നൽകാനുള്ള കഴിവുള്ളവരാണ്. അപ്പൊ അതേപോലെ കൽപ്പവൃക്ഷങ്ങള് ചിന്താമണി അതായത് ധാമത്തിലെ ഭഗവാന്റെ ഗോലോക ധാമത്തിലെ ഈ കൽപ്പവൃക്ഷങ്ങള് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നൽകാൻ കഴിവുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ അവിടുത്തെ ഉദ്യാനങ്ങള് സുന്ദര ഭവനങ്ങള് വളരെ സമൃദ്ധമായ കാര്യങ്ങളാണ് കാണുന്നതെല്ലാം. അപ്പൊ ആധ്യാത്മിക ലോകം അല്ലെങ്കിൽ ആധ്യാത്മിക ആകാശത്തിലെ ഏറ്റവും ഉന്നതമായ ഗ്രഹമാണ്. ധാരാളം വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാം തലസ്ഥാനമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിന്റെ വർണ്ണനയാണ് പ്രധാനമായിട്ടും ഈ ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. അപ്പം ഈ ഇതിന് ശേഷം അപ്പം അത് കൃഷ്ണലോകം, ധാരാളം എണ്ണമറ്റ ലോകങ്ങള്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഭാഗവതത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷ്ണു ലോകങ്ങൾ, പിന്നെ അതിന് താഴെ ആധ്യാത്മിക ബ്രഹ്മജ്യോതി. അപ്പം പിന്നെ ഇപ്പൊ ഈ ആക്ച്വലി ബ്രഹ്മാവിന് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഈ വിഷൻ അദ്ദേഹത്തിന് കിട്ടിയത്? അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വൈകുണ്ഠ ലോകത്തിലെ അതീന്ദ്രിയ ദർശനം ബ്രഹ്മാവിനെ ഭഗവാൻ കാട്ടിക്കൊടുത്തു. അങ്ങനെ കാട്ടിക്കൊടുത്തത് കൊണ്ടാണ് ബ്രഹ്മദേവന് ഈ പറഞ്ഞ ആധ്യാത്മിക ലോകത്തിലെ എല്ലാ വിവരണങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹം കൃഷ്ണലോകത്തിലെ അതീന്ദ്രിയ ദർശന ഭാഗ്യം കിട്ടിയ ആളാണ് ബ്രഹ്മദേവൻ. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ദർശനം ഇപ്പം തന്നെ നമ്മൾ ഈ ഗോസ്വാമിമാരെ കുറിച്ച് പറയുമ്പോഴാ, സനാതന ഗോസ്വാമി അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഇരുന്നിട്ട് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ആ വിഷൻ കിട്ടുമായിരുന്നു. അവര് ആ ഭഗവാന്റെ ആ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോഴാ അവർക്ക് ഗോലോക വൃന്ദാവനത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് ഭൂമിയുമായിട്ട് ബന്ധമൊന്നും ഉള്ളവരല്ല. അവർക്ക് എപ്പോഴും ബന്ധം ആധ്യാത്മിക ലോകങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടാണ്. അപ്പൊ അവർക്ക് അതൊക്കെ ശരിയായ രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ, ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ലീലകളെ കുറിച്ചൊക്കെ എപ്പോഴും അവർക്ക് അതിന്റെ വിവരണം കിട്ടിക്കൊണ്ടിരിക്കും, അഥവാ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ദർശനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നത ഭക്തന്മാരാണ്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ബ്രഹ്മാവിനും പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗോലോക വൃന്ദാവനത്തെ കുറിച്ചും വൈകുണ്ഠധാമങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ഏറ്റവും നല്ല അറിവുണ്ടായത്. അപ്പൊ സാധാരണ നമ്മൾ പിന്നെ സാക്ഷാത്കരിക്കുന്നത് കഠിനമായ തപശ്ചര്യകളിലൂടെയും അതുപോലെ ധ്യാനത്തിലൂടെയൊക്കെയാണ് ഈ ആധ്യാത്മിക ലോകത്തെ സാക്ഷാത്കരിക്കുന്നത്. അപ്പം ഭൗതിക ലോകം എന്ന് പറയുന്നാല് അവിടെ സത്വരജ തമോ ഗുണങ്ങളാണ്.
അതൊന്നും വൈകുണ്ഠ ലോകങ്ങളെ ബാധിക്കുന്നതല്ല. അപ്പൊ അതൊക്കെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഗുണമുള്ള പിന്നെ ഈ ഗുണം എന്ന് പറയുന്നത് സത്വഗുണമാണ്. രജോ ഗുണം ആയാലും ഇപ്പൊ സത്വ ഗുണത്തിലുള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി ഈശ്വരനെ അറിയാനുള്ള അല്ലെങ്കിൽ ഈശ്വരനോടൊരു ഒരു താല്പര്യം, ഉള്ളിൽ ഒരു ഇൻക്ലിനേഷൻ അവർക്ക് തോന്നുന്നത്. അല്ലാതെ രജോ ഗുണത്തിലുള്ളവർക്കാവട്ടെ തമോ ഗുണത്തിലുള്ളവർക്ക് തീരെയും ഇല്ല. കാരണം സത്വഗുണത്തിലുള്ളവർ ഭഗവാനെ ആരാധിക്കുന്നു, രജോ ഗുണത്തിലുള്ളവരൊക്കെ മറ്റ് ദേവീദേവന്മാരെ ആരാധിക്കുന്നു, സത്വഗുണത്തിലുള്ളവർ ഭൂതപ്രേതാദികളെ ആരാധിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോ അതിനകത്ത് അതുപോലെ ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, അതായത് ബ്രാഹ്മണർക്ക് പല പല ഗുണങ്ങളുണ്ട്. അതായത് ശരിക്കും ബ്രാഹ്മണരാണ് ഭഗവാനെ സേവകള് കൂടുതലായിട്ട് ചെയ്യുന്നതും കൂടുതലായിട്ട് ചെയ്യുന്നത് ബ്രാഹ്മണരാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള എന്താ പറയാ ഒരുപാട് സദ്ഗുണങ്ങൾ ഉള്ളവരാണ് ബ്രാഹ്മണര്. ആ സദ്ഗുണങ്ങൾ അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ സത്വഗുണത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പിന്നെ എന്താ അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച, യജ്ഞശ്ച, സാധ്യശ്ച, ആർജവ, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തിർ, ഇതെല്ലാം ഇങ്ങനെ 26 ഗുണങ്ങൾ. ഇവൻ ആക്ച്വലി ബ്രാഹ്മണരെ സംബന്ധിച്ച് അവർക്ക് 9 ഗുണങ്ങളും വൈഷ്ണവർക്ക് 26 ഗുണങ്ങളുമാണ്. അപ്പൊ വൈഷ്ണവരാണ് ബ്രാഹ്മണരെക്കാട്ടിൽ, സ്മാർത്ഥ ബ്രാഹ്മണരെക്കാട്ടിൽ കൂടുതൽ ഭഗവാനെ അറിയുന്നതും ഈ 26 ഗുണങ്ങളും കൈവശമുള്ളവരും അവരാണ്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള, പിന്നെ അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള പരിജ്ഞാനം, അപ്പൊ ഇതെല്ലാം ഇത്രയും സവിശേഷതകളുള്ളതാണ് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ. പക്ഷേ ഭൗതിക ലോകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണത്തിന്റെ ഇപ്പം ഭക്തിയുടെ തലങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതിനകത്ത് പിന്നെ ഭക്തിയുടെ തലങ്ങളിലേക്ക് നമ്മൾ ഓരോന്നിലും പോകുമ്പോഴാ ഈ ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരും. വൈഷ്ണവ ഗുണങ്ങളെല്ലാം വർദ്ധിച്ചു വരും. അപ്പോ അതിനകത്തൊക്കെ അപൂർണതയൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പം നമുക്ക് 26 ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് ഏറ്റവും വലിയ ഉന്നത ആചാര്യന്മാർക്ക്, അവര് ഭൗതിക ലോകത്ത് ജീവിക്കുന്നില്ല, കൊട്ടത്തേങ്ങ എന്ന് പറയുന്ന പോലെ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നെങ്കിലും അവരെ ഈ ഭൗതികതയോ അല്ലെങ്കിൽ ഈ ഭൗതിക ഗുണങ്ങളോ ബാധിക്കത്തില്ല. അപ്പൊ പക്ഷെ വൈകുണ്ഠത്തിലെ ഗുണങ്ങള് എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. അന്തരംഗ ശക്തിയാലാണ് അവിടുത്തെ ഗുണങ്ങളെല്ലാം നിലനിൽക്കുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഭൗതിക ലോകത്ത് എന്ന് പറയുന്നത്, ഭൗതിക ലോകത്ത് ആയിട്ട് നമുക്കൊരിക്കലും ആധ്യാത്മിക ലോകങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഈ സത്വരജസ് തമോ ഗുണങ്ങളാൽ അധിഷ്ഠിതമാണ്. അവിടുത്തെ ഓരോ ജീവാത്മാവും എന്താ പറയാ ഈശ്വരനെ മറന്നിട്ട് തന്റെ മൂലസ്വരൂപം മറന്ന് ജീവിക്കുന്നവരാണ്. അപ്പം ഇവൻ സത്യലോകം വരെ പോലും, ഇവൻ ബ്രഹ്മലോകമായാൽ പോലും ഭൗതിക ലോകത്തിന്റെ 5 ഗുണങ്ങൾ, അതായത് ഭൗതിക ലോകത്തിന്റെ 5 സഹജ ഗുണങ്ങൾ എന്ത്, അതായത് അജ്ഞത, ദുരിതം, ഗർവം, കോപം, അസൂയ, ഇവയൊക്കെ ഇവൻ എന്തുവാണ് സത്യലോകത്ത് വരെയുണ്ട്. പക്ഷെ ആധ്യാത്മിക ലോകങ്ങളിൽ, വൈകുണ്ഠ ലോകത്താകട്ടെ ഗോലോക വൃന്ദാവനത്തിലാകട്ടെ ഇതൊന്നും ബാധിക്കത്തതേയില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഈ ഇതിനകത്ത് പർപ്പട്ടിൽ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് ശ്രീല പ്രഭുപാദ് വളരെ കൂടുതൽ 3-4-5 പേജോളം അദ്ദേഹം ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭൗതിക ലോകത്തുള്ളതെല്ലാം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെ? അത് പക്ഷെ ആത്മീയ ലോകത്തെന്ന് വെച്ചാൽ എല്ലാം സനാതനമാണ്, സച്ചിദാനന്ദമാണ്, അവിടെ എല്ലാം ശാശ്വതമാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട എന്തും സംഹരിക്കപ്പെടും. ഇപ്പൊ ഒരാളിനെ അപ്പൊ അതാണ് ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതശ്ച എന്ന് വെച്ചാ ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, അതുപോലെ മരിച്ചവന് ജനനവും. അപ്പൊ അതൊക്കെ അനിവാര്യമാണ്. പക്ഷെ ആത്മീയ ലോകം അങ്ങനെയല്ല. അവിടെ ജനനവും ഇല്ല, മരണവും ഇല്ല. ശാശ്വതമായിട്ടുള്ള സനാതനമായിട്ടുള്ള എന്താ സച്ചിദാനന്ദമയമായിട്ടുള്ള ജീവിതമാണ് അവിടെ. അപ്പൊ ഈ ഭൗതിക ലോകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്, ശരീരമായാലും മനസ്സായാലും പിന്നെ അതുപോലെ എല്ലാം. പക്ഷേ
ഈ ആത്മീയ ലോകം എന്ന് പറയുന്ന അവിടെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടതല്ല, എല്ലാം ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഭൗതിക ലോകത്തിരുന്നു കൊണ്ട് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. ഭഗവാന്റെ സേവനം ചെയ്തും അതുപോലെ സത്സംഗത്തിൽ കൂടെയും അതുപോലെ നാമജപത്തിൽ കൂടിയും ഒക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുക്കാമെങ്കിലും ഭൗതിക ലോകം എന്നും ഭൗതിക ലോകം തന്നെയാണ്. അപ്പൊ നമ്മൾ ആധ്യാത്മിക ഇതൊക്കെ നമ്മള് പിന്നെ സ്വയം ഈ ഗുണങ്ങളെല്ലാം ആർജിച്ചെടുത്തിട്ട് ഈ ശരീരം പോലും ഇവിടെ അല്ലേ, ഈ ശരീരവും മനസ്സും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ആത്മാവ് പോയി ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കുന്നത്. അതിനുള്ള യോഗ്യത നേടിയെടുക്കാന്ന് വെച്ചാൽ വളരെ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അതിനോടൊപ്പം. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ശാശ്വതമായിട്ട് ഭൗതിക ലോകത്ത് ഒന്നും നിലനിർത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം എന്നാ ചോദിക്കും, ഈ എന്താണ് നമ്മൾ ആധ്യാത്മികമായി ഒരുപാട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത്? കാരണം ഈ ശരീരം പിന്നെ എന്താണ് നശ്വരമാണ്, അത് നശിച്ചു പോകുന്നതാണ്. ഒരിക്കലും അതിന് ജീവിതകാലം മുഴുവൻ ഈ ഭൗതിക ശരീരവുമായിട്ട് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആത്മാവിന് തീർത്തും എന്താ പറയാ യോജിച്ച ലോകം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഈ ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വാസാംസി ജീർണാനി യഥാവിഹായ അല്ലെ നവാനി ഗൃഹണാദി നരോപരാണി. അപ്പൊ ശരീരം ജീർണിക്കുമ്പോഴാ വസ്ത്രങ്ങളെ പോലെ വസ്ത്രങ്ങൾ മാറിയെടുക്കുന്നത് പോലെയാണ് ശരീരം മാറി മാറി വരുന്നത്. പക്ഷെ ആധ്യാത്മിക ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ടുള്ള ആധ്യാത്മിക സാധനകളിലൂടെ ആധ്യാത്മിക ചര്യകളിലൂടെ നമ്മൾ ആധ്യാത്മിക നേട്ടങ്ങൾ കൈവരിക്കണം. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ലോകത്ത് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഭൗതിക അതായത് പൂർണ്ണമായ അനുഗ്രഹത്തിന്റെ അസ്തിത്വമുള്ളതാണ് ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരവില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, അതായത് ഭഗവാന്റെ ഈ പറഞ്ഞ അതാണ് ജന്മകർമ്മച്ചമേ ദിവ്യം, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജനനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ ആധ്യാത്മിക ലോകങ്ങളിൽ പ്രവേശനം പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇവൻ അവരുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഏതെങ്കിലും സ്വർഗ്ഗലോകങ്ങളിലോ അല്ലെങ്കിൽ ഉന്നത ഗ്രഹങ്ങളിലോ പോയേക്കാമെങ്കിലും അവർ വീണ്ടും തിരിച്ച് ഭൗതിക ലോകത്ത് തന്നെ വന്ന് വീണ്ടും ഇതേപോലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അപ്പൊ ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വിസ്മരിക്കാൻ പോലും ഈ ഈ ഭൗതിക ലോകത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മായാശക്തിയാണ്. അപ്പൊ ഭഗവാനുമായിട്ടുള്ള നമുക്ക് ശാശ്വത ബന്ധമുണ്ട് ജീവാത്മാവിന്. മമ ഇവാംശോ ജീവലോകെ ജീവഭൂത സനാതന. നമ്മൾ ഓരോ ജീവാത്മാവും സനാതനരാണ്. പക്ഷേ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വരുമ്പോൾ മായാശക്തി നമ്മളെ എന്താണ് മറവി തരികയാണ്, വിസ്മർത്തവ്യം. അതായത് എപ്പോഴും നമ്മൾ ഭഗവാനെ മറക്കാനുള്ള ആ ഒരു ടെൻഡൻസി, ഒരു പ്രവണത ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? മായാശക്തി പ്രവർത്തിക്കുന്നതുകൊണ്ട്. എവിടെ നോക്കിയാലും മായയാണ്, എവിടെ നോക്കിയാലും എന്തിലും നമ്മൾ മായയാണ് ദർശിക്കുന്നത്. ഭഗവാനെ മൂടി വെച്ചിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെങ്കിലും മായ യോഗമായ സമാവൃത, ഭഗവാന്റെ ആ യോഗമായ കട്ടനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഈശ്വരനെ നേരിട്ടല്ലെങ്കിലും ഭൗതിക ലോകത്ത് ഈശ്വരനെ കാണാൻ പറ്റില്ല, ഭഗവാനെ കാണാൻ പറ്റില്ല. ആധ്യാത്മിക ചര്യയിലൂടെ നമ്മൾ തപശ്ചര്യകളിലൂടെയാണ് നമ്മൾ ഈ ഭഗവാനെ കാണാനുള്ള യോഗ്യത നേടിയെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഭഗവാന്റെ ശരീരം, ഇപ്പൊ ഈ ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അപഗ്രഥിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളെല്ലാം എന്താണ് ആത്മീയ കിരണങ്ങളുടെ കണികൾ എന്ന നിലയിലാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മമൈവാംശോ അംശം, എൻ്റെ അംശമാണ്. ഓരോ ജീവാത്മാവും എന്ന് പറയുന്നത് എൻ്റെ അംശമാണ്. അതെല്ലാം ശാശ്വതരുമാണ്. നമ്മളെല്ലാം ശാശ്വതരാണ്, സനാതനരാണ്, എല്ലാം ശരിയാ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് പൂർണ്ണമായും കണ്ടിട്ട് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്ത് നമ്മൾ അജ്ഞതയിലേക്ക് ആണ്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാനെ ദർശിക്കാനോ ആധ്യാത്മിക ലോകങ്ങളുടെ മഹിമ മനസ്സിലാക്കാനോ കഴിയാതെ വരുന്നു. അപ്പം എപ്പോഴായാലും ഈ നമ്മൾ എന്ന ജീവാത്മാവ് ഭഗവാന്റെ ആധ്യാത്മിക സ്ഫുലിംഗമാണ്. അപ്പൊ ഈ ആധ്യാത്മിക സ്ഫുലിംഗം ഉണ്ടെങ്കിലും ഭൗതികമായ ആവരണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഭൗതികമായ ആവരണത്തിൽ അതാണ്
നമ്മൾ ഇപ്പം തിമിരം വന്ന് കണ്ണുകളിൽ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും യഥാർത്ഥത്തിൽ അതിനെ യഥാരൂപം കാണാൻ കഴിയില്ല. ഒരു വസ്തുവിനെയും യഥാർത്ഥത്തിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓം അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുർ ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവാണ് നമ്മളെ ആ ഒരു ആവരണം, അതായത് നമ്മുടെ കണ്ണിന് മനസ്സിന് ബാധിച്ചിരിക്കുന്ന തിമിരത്തെ നീക്കിക്കളയുന്നത്. അപ്പം ആ മനസ്സിന് ബാധിച്ചിരിക്കുന്ന തിമിരം മാറ്റാൻ ഗുരുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകി ശിഷ്യന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുള്ള ആള് ഗുരുവാണ്. അപ്പൊ സാധാരണഗതിയിലെ ഭൗതിക ലോകത്ത് ഓരോ മനുഷ്യനും വന്ന് ഭൗതിക സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ശുദ്ധ ആത്മാവാണ്. മഴവെള്ളം ഭൂമിയിൽ പതിച്ചു കഴിയുമ്പം അത് ചളിവെള്ളമാകുന്നത് പോലെ ശുദ്ധമായ ആത്മാവ് ഭൗതിക ലോകത്ത് വന്ന് ഭൗതിക ലോകത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ആ സമ്പർക്കം മൂലം അത് പിന്നെന്താ പറയാ, അതിന്റെ അവബോധം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവബോധം കളങ്കപ്പെട്ടു പോകും. അപ്പൊ കളങ്കപ്പെട്ടു പോകുമ്പോഴാണ് ഇത് ഈ മായ അതിങ്ങനെ ഒരു ആവരണമായിട്ട്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. പക്ഷേ വൈകുണ്ഠത്തിലെ ആൾക്കാർ അങ്ങനല്ല. വൈകുണ്ഠവാസികൾ ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കത്തില്ല. വിസ്മർത്തവ്യം ന ജാതുജിത്. ഒരിക്കലും അവർ ഭഗവാനെ വിസ്മരിക്കുന്ന ഒരു കർമ്മങ്ങളും അവർ ചെയ്യില്ല. അപ്പം ഭക്തിഭരിതമായ ഭഗവത് സേവനം അനുഷ്ഠിക്കുകയാണ് തൻ്റെ സ്വരൂപാവസ്ഥ, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അതായത് എന്താണ്? ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്. ഭഗവാനെ സേവിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രഥമമായ കർത്തവ്യം എന്ന് ആ സ്വരൂപാവസ്ഥയിലൂടെ ആ ഭഗവത് ബന്ധത്തെ കുറിച്ച് അവര് എപ്പോഴും ബോധവാന്മാരാണ്. നമ്മൾ എപ്പോഴും മറന്നുപോകും. നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അതിന്റെ പുറകെ പോകും. മായ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇങ്ങനെ നമ്മളെ ഓരോന്നും മായ കാട്ടി നമ്മളെ അതിനകത്തേക്ക് ആകർഷിക്കും. അത്ര അത്യാകർഷകമാണ് മായ. ഭഗവത് സേവനം ചെയ്ത് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ മനസ്സും കണ്ണുകളും അതിന്റെ പിന്നാലെ പോകും. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ നാമം ജപിക്കണമെന്ന് പറയുന്നത്. നാമം ജപിക്കുമ്പോഴ എന്തെങ്കിലും ആരെങ്കിലും വരും, സംസാരിക്കും, അല്ലെങ്കിൽ അന്നേരം നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പൊ ഫോണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഫോൺ എടുക്കുക, അപ്പൊ അതിനകത്ത് മെസ്സേജ് വന്നു, മെസ്സേജ് ഒന്ന് നോക്കിക്കളയാം, ഇത് നമ്മൾ അത് ചെയ്യും. പണ്ട് ആരോ പറയുന്ന കേട്ട്, ശ്രീല പ്രഭുപാദ നമുക്ക് ഈ വിരല് നമ്മുടെ ബീഡ്സ് ബാഗിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചാൻറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ വിരല് മാല തൊടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ വിരല് കൊണ്ട് ഇങ്ങനെ ഫോണിൽ തോണ്ടി ഇരിക്കും. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് മായ. ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാരെക്കാട്ടിലും ആൾക്കാരും ആയാലും ശരി, അവര് പിന്നെ ഭഗവാനെ പൂർണ്ണമായും വിസ്മൃതിയിലാണ്. പക്ഷെ ഭക്തന്മാരായാലും എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഭക്തി അപ്പൊ അതായത് യശോദമാത സദാസമയവും ആ ഭഗവാനെ കുറിച്ച്, എൻ്റെ മകനെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ടുപോവോ, ഏതെങ്കിലും അസുരന്മാർ വന്ന് എൻ്റെ മകനെ കൊണ്ടുപോവോ എപ്പോഴും അവർ അലർട്ടായിരുന്നു. എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കണം. നമ്മുടെ ഉള്ളിലെ ഭക്തിയെ ഒന്നും ബാധിക്കാൻ പാടില്ല. ഭൗതിക ലോകത്തെ ഒരു ശക്തിയും നമ്മുടെ ഉള്ളിലെ ഭക്തിയെ ബാധിക്കാൻ പാടില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങൾ കാണും, പല കാര്യങ്ങൾ കേൾക്കും, പലരുമായിട്ടുള്ള ഇടപെടേണ്ടി വരും. കാരണം നമ്മൾ സമൂഹത്തിൽ നമ്മൾ പിന്നെ സഹകരിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ പറയുന്നത് ഒരിക്കലും ഭൗതികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്താൻ പാടില്ല. എപ്പോഴും നമ്മൾ ഭക്തന്മാരുടെ കൂടെ നിൽക്കണം. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഈ മുള്ളൻ പന്നികൾ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഈ തണുപ്പ് സമയം വരുമ്പോഴേ മുള്ളൻ പന്നികൾ തണുപ്പ് സമയം വരുമ്പോ അതിങ്ങനെ കൂടിയിരിക്കും എല്ലാം കൂടെ. കാരണം അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തണുപ്പാണ് പുറമെ. അപ്പൊ അതിന് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാം കൂടെ ചേർന്നിരിക്കുമ്പോ ഇതിന്റെ മുള്ള് ഓരോന്നിനും നിറയെ മുള്ളുകളാണ് അതിന്റെ ശരീരത്ത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തും, ബ്ലഡ് വരും, അതിന് വേദനിക്കും. പക്ഷെ എന്നാ പോലും ഇതുങ്ങൾ എന്ത് ചെയ്തു മടങ്ങി ചേർന്നിരിക്കും. കുത്തുകൊണ്ടാലും ചോര വന്നാലും വേദനിച്ചാലും എപ്പോഴും ഇങ്ങനെ ചേർന്ന് ആ മറ്റേ
ഭക്ഷിയുടെ ചൂട് ഇതിന് കയറ്റി, ഇതിന്റെ ചൂട് അതിന് കിട്ടി, അങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് അങ്ങോട്ട് മാറി പൈപ്പ് എനിക്ക് എടുക്കണം. ഇതിന്റെ കഞ്ഞി കുത്ത് എടുക്കണമെങ്കിൽ പൈപ്പ് കൊള്ളണ്ട, വേണം. ഇതിന്റെ കുത്തു കൊള്ളണ്ട എന്ന് വിചാരിച്ച് മാറി ഇരുന്ന് കഴിഞ്ഞാൽ അത് മരിച്ചു പോകും. കാരണം അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതേപോലെ ഭൗതിക ലോകത്തെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, നമ്മുടെ ഭക്തിയെ സംരക്ഷിക്കണം. അപ്പൊ അതാണ് അത്. ഈ പക്ഷികൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതിന് നമ്മൾ സത്സംഗത്തിൽ ഇരിക്കണമെന്നാ പറയുന്നത്. എപ്പോഴും എപ്പോഴും സത്സംഗം വേണം, എപ്പോഴും ഭക്തന്മാരുമായിട്ട് നമുക്ക് അസോസിയേഷൻ വേണം. അപ്പൊ നമുക്ക് എപ്പോഴും ആ മറ്റു ഭക്തന്മാരെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിക്കൊണ്ടേയിരിക്കും. വൈകുണ്ഠ ലോകത്തിൽ അങ്ങനെയാണ്, എപ്പോഴും അവർ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് മറ്റു ചിന്തകളോ അല്ലെങ്കിൽ മറ്റു ശ്രദ്ധയോ ആകർഷണമോ ഒന്നുമില്ല. ഭൗതിക ലോകത്ത് അങ്ങനെയല്ല. അപ്പൊ എപ്പോഴും അവിടുത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും അവരുടെ നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു മറ്റു ചിന്തകളൊന്നും അവർക്ക് വരികയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ശ്രദ്ധ പോവുകയൊന്നും ചെയ്യത്തില്ല. അപ്പൊ അവരുടെ ഇന്ദ്രിയങ്ങളും ദിവ്യമാണ്, അല്ലേ? വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്ന ഓരോ ആത്മാക്കളുടെയും ഓരോ ഭക്തരുടെയും അല്ലെങ്കിൽ സേവകരുടെയും ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്? ദിവ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മള് ഭക്തിയുത സേവനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കണമെന്ന് പറയുന്നെങ്കിലും ശരിക്കും പറഞ്ഞാല് ആധ്യാത്മികമായ ലോകത്ത് ചെന്നാണ് നമ്മൾ ശരിക്കും ഭഗവത് സേവനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞതനുസരിച്ച് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് നാമം ജപിക്കുന്നു, നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം കണ്ട് ഭഗവാനെ കണ്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ സന്തോഷം, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നു, ഭക്തന്മാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. എന്നാൽ പോലും നമുക്ക് പരിപൂർണത എന്ന് പറയുന്നത് നമുക്ക് പക്ഷെ ഈ ശരീരം കൊണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് ഈ ശരീരം കൊണ്ട് ആധ്യാത്മിക ലോകത്ത് പോകാൻ പറ്റാത്തത്. കാരണം എന്താ? ആധ്യാത്മിക ലോകത്ത് ഈ ശരീരത്തിന് പ്രവേശനമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ചിലർ ചോദിക്കും, ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന് സേവനം അനുഷ്ഠിക്കാനാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ സേവിക്കുന്നത്. നമ്മൾ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് സേവിക്കുന്നത്. നമ്മുടെ ഇവിടെ ഭൗതിക ലോകത്തുള്ള ഒരു പരിശീലനമാണ്. പക്ഷേ നമ്മൾ ഈ ശരീരം തീർച്ചയായിട്ടും ഇവിടെ ഉപേക്ഷിച്ചിട്ടേ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശനമുള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് പരിപൂർണത അല്ലെങ്കിൽ പൂർണ്ണമായ ഭഗവത് സേവനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വൈകുണ്ഠവാസികൾക്കെന്ന് പറഞ്ഞാല് ഈ ഭൗതിക ലോകത്ത് മേലെ അധീശത്വം സ്ഥാപിക്കുന്ന പോലുള്ള ഭൗതിക ഇന്ദ്രിയങ്ങളൊന്നും അവർക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ചില ആൾക്കാരുണ്ടല്ലോ, അതായത് അവ്യക്തഗതവാദികൾ, അവര് പറയുന്നത് എന്താണ്? ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളില്ലാത്ത തലം എന്ന് പറയുന്ന രൂപരഹിതമാണെന്നാണ് പറയുന്നത്. കാരണം അവര് ഈ ത്രിഗുണങ്ങളിൽ കൂടുതൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അവര് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ ത്രിഗുണങ്ങളില്ലാത്ത തലം എന്താണ്? അത് രൂപരഹിതം. അതാണ് എന്ത്? അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് പരമസത്യം, നിരപേക്ഷ സത്യം, നിർഗുണ ബ്രഹ്മം. അവർക്കതൊരു ജ്യോതി, അതൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു പ്രഭാപൂരം, അതാണ് ഈശ്വര സങ്കല്പം അവരുടെ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള മായാവാദികള് അവര് എന്താ പറയാ, അവർക്ക് യഥാർത്ഥത്തിൽ ഈശ്വര സങ്കല്പം എന്ന് പറയുന്ന ഒന്നൊന്നില്ല. അവർ ഊഹാഭോഗങ്ങളിലൂടെയാണ് മായാവാദ തത്വം പുരോഗതി പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയും, അതായത് ഭഗവാന്റെ എന്താ അതായത് പരമമായ സ്ഥാനം, അതായത് ഈ വൈകുണ്ഠ ലോകങ്ങൾ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് അവിടെ ഉള്ളതെല്ലാം എന്തൊക്കെ അവിടെ ഉണ്ടോ അതെല്ലാം പരിശുദ്ധമാണ്, ശാശ്വതമാണ്, അനന്തമാണ്. അപ്പൊ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് സ്വയം ഇങ്ങനെ പ്രഭാപൂരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവിടെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വൈദ്യുതി ഇതൊന്നുമില്ല. അതാണ് ഭാസയതേ സൂര്യോ ന ശശാങ്കോന പാവകഃ യദ്ഗത്വാന നിവർത്തന്തി തദ്ധാമ പരമം മമ. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാർക്കോ അഗ്നിക്കോ വൈദ്യുതിക്കോ വെളിച്ചം വീശേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നെത്തവര് അവിടെ എന്ന് വെച്ചാൽ എപ്പോഴും പ്രഭാപൂരമാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ പ്രഭ നിറഞ്ഞിട്ട് അവിടെ എപ്പോഴും പകൽ വെളിച്ചം. അവിടെ അതാണ് ദ്വന്ദ്ങ്ങളില്ലാത്ത സ്ഥലമാണ്, ഇരുട്ടില്ല. ഇപ്പൊ നമുക്ക് സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന്റെ വരവായി. അപ്പൊ നമുക്ക് രാത്രി കാലങ്ങളിൽ വൈദ്യുതിയുടെ ആവശ്യമുണ്ട്. പക്ഷെ ആധ്യാത്മിക ലോകങ്ങളിലാ അപ്പൊ എത്ര രസകരമായെന്ന് നോക്കി, അവിടെ യാതൊരു ദ്വന്ദ്ങ്ങളും ഇല്ല, പകൽ മാത്രം, എപ്പോഴും പകൽ മാത്രം. ഇവിടുത്തെ പോലെ ദ്വന്ദ്ങ്ങളില്ല, രാത്രിയില്ല. അവിടെ
എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പോലെ ദുഃഖങ്ങളില്ല. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം, അങ്ങനെ മാറി മാറിയാണ് അവിടെ. അതാണ് ദ്വന്ദ്ങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കും, നീ ദ്വന്ദ്ങ്ങളെ അതിജീവിക്കണം അർജുന എന്ന്. എന്നാലേ എൻ്റെ ലോകത്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടെ പോകുന്നതെന്ന് വെച്ചാൽ എന്തെല്ലാം നമ്മൾ ആർജിക്കണം, എന്തെല്ലാം ഗുണങ്ങളെ ആർജിക്കേണ്ടിയിരിക്കുന്നു ആധ്യാത്മിക ലോകത്ത് പോകാൻ. അപ്പൊ അതൊക്കെയാണ് ഭഗവത്ഗീതയും ഭാഗവതവും നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ. അപ്പൊ അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. അപ്പം ഭൗതിക ശരീരത്തോടുകൂടി നമുക്ക് ഭൗതിക ലോകത്ത് തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വൈകുണ്ഠ ലോകങ്ങളില് പിന്നെ തന്നെ അതാ ദ്വന്ദ്ങ്ങളില്ല. അവിടെ നാസ്തികരെന്നോ ആസ്തികരെന്നോ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ പിന്നെ ലോകത്ത് അവര് ഈശ്വര വിശ്വാസികള്, അല്ലെങ്കിൽ സുരന്മാര്, അല്ലെങ്കിൽ അസുരന്മാര്, നാസ്തികര്, ആസ്തികര്, അങ്ങനെ പല പ്രകാരമുണ്ട്. അപ്പം അത് തന്നെയല്ല, അവിടെ ചെന്നുപെട്ടവര് ആരും ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തില്ല. അതാണ്, അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ദുഃഖാലയമാകുന്ന അശാശ്വതമാകുന്ന ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരത്തില്ല. ഇതൊക്കെ ഭഗവാൻ തരുന്ന ഉറപ്പാണ്. ഭഗവാൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള വിശ്വാസമാണ് നമ്മുടെ ആധ്യാത്മിക നേട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആദ്യം ഗുരുവിലും ഭഗവാനിലും ഭഗവത് വാക്കുകളിലും വചനങ്ങളിലുമുള്ള വിശ്വാസം, ഭഗവത് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ അവിടെ പിന്നെ ആരൊക്കെ ഉണ്ടായാലും ഇപ്പൊ പിന്നെ ആരുണ്ടായാലും ഇപ്പൊ അസുരന്മാര് പോലും അവിടെ ഭഗവാനിന്റെ പിന്നെ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ വധിക്കുന്ന ആൾക്കാർ അസുരന്മാരായാലും അവര് അവിടെ എത്തിച്ചേർന്നാൽ അവര് ഭഗവാന്റെ ദാസരായി തീരുകയാണ്. പിന്നെ നമ്മള് മൂലസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരായിക്കോട്ടെ ദേവന്മാരായിക്കോട്ടെ എല്ലാവരുടെയും മൂലസ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവത് സേവകരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പ്രവേശനം ഉണ്ട്, അതേപോലെ ആ യോഗ്യത നേടുമ്പോൾ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഭൗതിക ലോകത്ത് കറുപ്പും വെളുപ്പും അതും ഒരു ദ്വന്ദ്മാണ്. അപ്പൊ ആക്ച്വലി വൈകുണ്ഠവാസികളൊക്കെ എന്ന് വെച്ചാൽ നമ്മള് 6-ാമത്തെ സ്കന്ധത്തിലെ പഠിക്കുന്നുണ്ട്. അതായത് അജാമിളൻ അദ്ദേഹം ഇങ്ങനെ അത്യാസന്ന നിലയില് മരണശയ്യയിൽ കിടക്കുമ്പോഴാ ഈ യമദൂതര് വരും അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട്. കയറൊക്കെ കൊണ്ടുവന്ന് കെട്ടി വലിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ എടുക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം നാരായണ എന്ന് വിളിച്ച സമയത്ത് നാരായണനെ പോലെയുള്ള വൈകുണ്ഠവാസികൾ അവിടെ എത്തി. അപ്പൊ അവരുടെയൊക്കെ ഉജ്ജ്വലമായ പ്രഭയാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ. ഭഗവാനെ പോലെ തന്നെ ഇരിക്കും അത് ഭഗവത് ദാസരാണ്, പക്ഷെ എന്നാലും അവർക്ക് അവരുടെ ശരീരം എന്താണ്? ഭയങ്കര തേജോമയമാണ്, തേജസ്വികളാണ്. അപ്പൊ ഈ ഇവരാരും കണ്ടിട്ടില്ല. ആരാ? യമദൂതന്മാരൊക്കെ ആദ്യമായിട്ട് കാണും ഇത്രയും അവരൊക്കെ അവരുടെയൊക്കെ രൂപം എന്ന് വെച്ചാൽ വളരെ എന്താ പറയാ, നമുക്ക് ഭയപ്പെടുത്തുന്ന രൂപമാണ്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പോലും ഭയങ്കര ആകർഷണം തോന്നി. ഓ, എത്ര സൗന്ദര്യമുള്ള ആൾക്കാർ ഇവര്! നമ്മളൊന്നും ഇത്രയും അവര് സൗന്ദര്യമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. ഇവരൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഇങ്ങനെ ആൾക്കാരുണ്ടോ? നമ്മള് ഇങ്ങനെ ഇത്രയും കാലത്തിനിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവർക്കും ഒരു പുതിയ അറിവായിരുന്നു ആ വൈകുണ്ഠവാസികളെ കുറിച്ച്. അപ്പൊ എന്ന് പറയുന്ന പോലെ അവരുടെ സൗന്ദര്യം, ചർമ്മം, ഇതൊക്കെ എന്ന് പറയുന്ന വശ്യമനോഹരമാണ്. അതുപോലെ കാർവർണത്തിന്റെ നിറമാണ്. കറുപ്പും വെളുപ്പും ഒന്നുമല്ല, കാർവർണ നിറം. അതാണ് ഭഗവാനെ എപ്പോഴും കാർമേഘ വർണ്ണ എന്ന് വിളിക്കുന്നത്. മേഘത്തെ കാണുമ്പോഴാ പിന്നെ നമുക്ക് ഭഗവാനെ ഓർമ്മ വരണം. അതുപോലെ ഗോപികമാരെന്ന് പറയുന്നത് ഈ കാർവർണ്ണ നിറമുള്ള തമാല വൃക്ഷങ്ങളെ കാണുമ്പോൾ എളുപ്പം പോയി ആലിംഗനം ചെയ്യുമായിരുന്നു. കാരണം എന്താണ്? ഭഗവാന്റെ കൃഷ്ണനാണെന്ന് വിചാരിച്ചു. കൃഷ്ണന്റെ നിറമാണ് തമാല വൃക്ഷങ്ങൾക്ക്. ഈ തമാല വൃക്ഷങ്ങളെ പോയി കൃഷ്ണനാണെന്ന് വിചാരിച്ച് അവര് പോയി ആലിംഗനം ചെയ്യുമായിരുന്നു. അപ്പൊ അതേപോലെ കാർമേഘ നിറമെന്ന് പറയുന്നത് ഭയങ്കര അത്യാകർഷവും വശ്യമനോഹരവുമാണ്. അതാണ് ഗോപികമാരുടെ ജീവിതത്തിന്റെ പിന്നെ എന്താ പറയാ, അവരുടെ ജീവൻ തുടിക്കുന്നത് ആ ഭഗവാന്റെ ആ നിറത്തോടാണ്. കാർവർണ്ണൻ. നമ്മൾ പിന്നെ എത്രയോ പാട്ടുകള്, കീർത്തനങ്ങള് ഒക്കെ ഭഗവാന്റെ ആ കാർമേഘ വർണ്ണനെ കുറിച്ചുള്ള എത്രയോ ഗീതങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ടുണ്ട്. ഭക്തിയുള്ളവരാകട്ടെ ഭക്തിയില്ലാത്തവരാകട്ടെ എല്ലാവരും. കാരണം ഭഗവാൻ അത്രമാത്രം അത്യാകർഷകനാണ്, ഭഗവാന്റെ നിറം അതാണ്. അപ്പൊ ഇതെല്ലാം അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തൊന്നും ഇതിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. ഒരു പ്രതീതിയും ഈ ഭൗതിക ലോകത്ത് പിന്നെ അതുപോലെ അതിന് പിന്നെ എന്താ പറയാ തുല്യമായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മേഘത്തിന് മേല് മിന്നൽ പിണര് പരക്കുന്നത് പോലുണ്ടാകുന്ന ഭംഗിയാണ് അവരുടെയൊക്കെ സൗന്ദര്യത്തിന്. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സൂചനയാണ്, നമ്മൾ നേരിട്ടൊന്നും കാണാത്തത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ ഭഗവാന്റെ പിന്നെ
താമര കണ്ണുകൾ എന്ന് പറയും അല്ലേ? ഭഗവാനെ അംബുജലോചന, പങ്കജനേത്ര, താമരക്കണ്ണ എന്നൊക്കെ പറയും. ആ താമര മാത്രമേ നമ്മൾ ഭൗതിക ലോകത്ത് കാണുന്നുള്ളൂ. അതിന് ഏറ്റവും മനോഹരമായ പുഷ്പമാണ് താമര. അപ്പൊ അതിന്റെ ഇതളുകൾ പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ. അപ്പം നമ്മൾ അത് ഉള്ളത് കവികളൊക്കെ ആ ഭഗവാന്റെ ആ ഏറ്റവും സുന്ദരമായ ഒരു വസ്തുവിനോടാണ് ഭഗവാന്റെ ശരീരത്തെ മുഴുവൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വർണ്ണിക്കുന്നത്. പക്ഷെ അതിലൊക്കെ നമ്മൾ അചിന്യമാണ്, അചിന്യ ഗുണസ്വരൂപമാണ് ഭഗവാൻ. അപ്പൊ അത്രയും അചിന്യ ഗുണസ്വരൂപമുള്ള ഭഗവാനെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. നമുക്കൊന്ന് സങ്കല്പത്തിനൊക്കെ അതീതമാണ് ഭഗവാന്റെ സൗന്ദര്യവും. അതുപോലെ ഈവൻ അവിടുത്തെ മറ്റുള്ള ആൾക്കാരും ഭഗവാന്റെ സേവകര് പോലും അതേപോലെ സൗന്ദര്യമുള്ളവരാണ്. അപ്പം അതുപോലെ തന്നെ അവർ ധരിക്കുന്നത് പീതാംബര വസ്ത്രമാണ്. അവരുടെ ശരീരങ്ങൾ കോമളമാണ്, ആകർഷകമുള്ളതാണ്, ആകാര ഭംഗിയുള്ളതാണ്. അതുപോലെ താമര ഇതളുകൾക്ക് സദൃശമാണ്. അപ്പൊ വിഷ്ണു ഭഗവാനെ പോലെ തന്നെയാണ് ഇവരും, ഈ വൈകുണ്ഠവാസികളൊക്കെ. അവരും ശംഖും ചക്രം ഗദ പത്മം ഒക്കെ കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ ആ അജാമിള മോക്ഷത്തിന്റെ ആ പടം കാണുമ്പോൾ അറിയാം. അവരും പിന്നെ എന്താണ് 4 തൃക്കൈകളോടുകൂടി തന്നെയാണ് അവരും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അവരുടെ ശരീരം ദിവ്യമാണ്, ഭഗവാനെ പോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഭഗവാന്റെ സേവനം ചെയ്ത് അത്രമാത്രം യോഗ്യത നേടി. കാരണം ഗുണത്തിൽ ഒന്നായിരുന്നു അല്ലെ? നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് വന്ന് ഇപ്പോഴും നമ്മൾ ഗുണത്തിൽ ഒന്ന് തന്നെയാണ് ഭഗവാനോട്. പക്ഷെ നമുക്ക് യാതൊരു യോഗ്യതയില്ല. നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാകട്ടെ, ഭഗവാനോട് കുറിച്ചുള്ള ഭക്തിയാകട്ടെ, ഭഗവാനോടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള പ്രേമമാകട്ടെ, ഇതൊക്കെ നമുക്ക് അത്രയൊന്നും നമുക്ക് എത്തുന്നില്ല നമ്മൾ. പക്ഷെ അത് അത്രയും പരിപൂർണമായി ഭഗവാനെ സേവിച്ച്, ഭഗവാനെ പ്രേമിച്ച് പ്രേമി ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് അവര് വൈകുണ്ഠ ലോകത്ത് ചെന്നിട്ട് ഭഗവത് സ്വരൂപം പോലെ തന്നെയുള്ള രൂപം പ്രാപിക്കുന്നത്. അപ്പൊ അവർക്കും ശംഖും ചക്രവും ഗദാപത്മവും ഒക്കെ ഉണ്ട്. അതുപോലെ അത്രമാത്രം അവരുടെ ശരീരത്തെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാകട്ടെ, ആഭരണങ്ങളാകട്ടെ, അലങ്കാരങ്ങളാകട്ടെ, ഇതെല്ലാം എന്ന് പറയുന്നത് എല്ലാം ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ അവരെപ്പോഴും ശക്തരാണ്, തേജസ്വികളാണ്, അത്രമാത്രം മനോഹരമായ ശരീര സൗകുമാര്യമുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ അവര് പുഷ്പകിരീടങ്ങളും പുഷ്പമാലകളും ഒക്കെ ധരിക്കുന്നവരാണ്. കണ്ടു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്നേ വിചാരിക്കും. അപ്പൊ അതാണ്. അതുപോലെ തന്നെ വൈകുണ്ഠ ലോകത്ത് വിമാനങ്ങളുണ്ട്. ഇപ്പൊ ഈ വിമാനങ്ങൾ ഇപ്പൊ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ശ്രീല പ്രഭുപാദയുടെ ആദ്യം അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത്. അദ്ദേഹം ചരക്ക് കപ്പലിലാണ്. അന്നൊന്നും വിമാനങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, എത്രയും വർഷങ്ങൾക്കൊക്കെ മുൻപ്. അപ്പം പിന്നീട് ആണ് അദ്ദേഹം, പിന്നെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇതിന്റെയൊക്കെ വിമാനമൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം അവിടുന്ന് എപ്പോഴും വരുന്നതൊക്കെ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. അപ്പം പറഞ്ഞു വന്നു വെച്ചാൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മള് രാമായണം എടുത്ത് നോക്കുമ്പോൾ അതിനകത്തറിയാം പുഷ്പക വിമാനം, രാവണൻ ഉപയോഗിച്ചിരുന്ന പുഷ്പക വിമാനം. അപ്പൊ അതൊക്കെ അന്നൊക്കെ അത്രയും എന്താ പറയാ. അതുപോലെ തന്നെ നമ്മള് ശ്രീമദ് ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തില് ദേവഹൂതിയുടെ കർദമമുനിയുടെയും കഥ വായിക്കുമ്പോഴാ അതിനകത്ത് ദേവഹൂതി രാജകുമാരിയായിരുന്നു. അവര് വന്ന് മനുവിന്റെ മകളാണ്. അപ്പൊ മനു കൊണ്ടുവന്ന് കർദമമുനി എന്ന അദ്ദേഹം മഹർഷിയാ, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു ഭാര്യയായിട്ട്. അവര് ഇത്രയും സൗന്ദര്യത്തിനുടമയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയതാണ്. പക്ഷെ ആ കർദമമുനിയെ സേവിച്ച് 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 അവര് എന്താ പറയാ, അവരുടെ സൗന്ദര്യവും ആകർഷണവും എല്ലാം പോയി. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നി ആ ഭാര്യയെ കണ്ടപ്പോഴാ. ഞാൻ അവൾ ആഗ്രഹിച്ചതോ അല്ലെ ഒന്നും കൊടുത്തില്ല. ഞാൻ വെറും ഒരു വള്ളിക്കുടില്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു വള്ളിക്കുടില്ല. അവള് രാപകൽ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, എനിക്ക് വേണ്ട പൂജാകാര്യങ്ങളെല്ലാം ഒപ്പിച്ചുകൊണ്ട് തരുന്നു, എനിക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെല്ലാം അവളുടെ ശരീരം പോലും നോക്കാതെ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഇനി അവളെ സന്തോഷിപ്പിക്കേണ്ട കടമ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്കാണ്. അവക്ക് കുട്ടികളെ, പുത്രന്മാരെ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ദേവഹൂതിയോട് പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ നിന്റെ ആഗ്രഹം പോലെ ഞാൻ പ്രവർത്തിക്കാം. അന്നേരം അവര് പറയാം, എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുത്രന്മാരെ വേണം. കാരണം അത്രമാത്രം ഉത്കൃഷ്ടനായിട്ടുള്ള
ഭർത്താവിൽ നിന്ന് പുത്രനെ വഹിക്കുക, അദ്ദേഹത്തിന്റെ ഒരു പുത്രനെ കിട്ടുക ശരീരം. അപ്പോഴാണ് കർദോമിനി തന്റെ യോഗസിദ്ധിയാൽ ഒരു ആകാശ കൊട്ടാരം ഉണ്ടാക്കി. വിമാനം, സൗധം, വിമാനമാണെങ്കിൽ തന്നെ കാരണം അതാണ് ആ ഭഗവത് ഭക്തി യോഗനിഷ്ഠയുടെ ആ ഉന്നതമായിട്ടുള്ള ആ ഒരു എന്താ പറയാ സാക്ഷാത്കാരമാണ്. അപ്പൊ അദ്ദേഹം അത്രമാത്രം ആ ഒരു പരിശുദ്ധിയുടെ പ്രതീകമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അപ്പൊ യോഗികളെല്ലാം ഇങ്ങനെ യോഗാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അഷ്ടാംഗ യോഗ ചര്യയ്ക്കൊക്കെ ശേഷം അഷ്ടസിദ്ധികളൊക്കെ കൈവരും. അവർക്ക് ഓരോരുത്തർക്കും കൈവരുമ്പോൾ അവര് പിന്നെ ചിലര് ഇപ്പം കർദോമിനിയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലത്തേക്ക് അദ്ദേഹം തന്റെ ഭാര്യയെ പത്നിയെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ ആകാശ സൗധം കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം അൾട്ടിമേറ്റ്ലി ഭഗവത് ഭക്തൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും കാരണമുണ്ട്. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു. അപ്പൊ അതേപോലെ വിമാനങ്ങൾ, ആത്മീയാകാശത്തിലും ഉള്ള വിമാനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആധ്യാത്മികമാണ്. അപ്പൊ അത് വളരെ ഉജ്ജ്വലമാണ്, തേജസ്സുറ്റതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ആൾക്കാരൊക്കെ അവർ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ പോയി ആസ്വദിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ വിമാനങ്ങളൊക്കെ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് വീണ്ടും ഈ വിമാനങ്ങൾ ആത്മീയാകാശത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം സൗന്ദര്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഭൗതിക ലോകത്തല്ല ആക്ച്വൽ സൗന്ദര്യം ഇരിക്കുന്നത്, ഇതെല്ലാം ആധ്യാത്മിക ലോകത്താണ്. ഭൗതിക ലോകത്ത് എന്തെങ്കിലും സൗന്ദര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു ചെറിയ ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ. അതെന്റെ എല്ലാം തല തിരിഞ്ഞ ഒരു പ്രതിബിംബമാണ് ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാൻ. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷ്മിമാരാൽ സേവിതനായിട്ടിരിക്കുന്ന ആണ് ഭഗവാൻ. അതാണ് ഭഗവാൻ ഒന്നിന്റെ ആവശ്യമില്ല, പരിപൂർണനായിട്ടുള്ള ആളാണ് ഭഗവാൻ, അല്ലേ? അപ്പൊ അത്രയും കാരണം എന്ന് വെച്ചാൽ അതീന്ദ്രിയ ഉല്ലാസത്തിന്റെ ഉത്സവ അന്തരീക്ഷമാണ് നമുക്ക് ഈ ആധ്യാത്മിക ലോകങ്ങളിലൂടെ. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ വിവരണമാണ് ആധ്യാത്മിക ലോകത്തിന്റെ. അപ്പൊ എപ്പോഴും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ആലപിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പക്ഷികൾ ചിലയ്ക്കുന്നു, അത് ഇങ്ങനെ പിന്നെ പല പല പക്ഷികളുടെ സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാം. പ്രകൃതി എപ്പോഴും ഒരിക്കലും അങ്ങനെ നിശബ്ദമായിരിക്കുന്നില്ല. അതേപോലെയല്ല ആധ്യാത്മിക ലോകം എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ മഹാത്മ്യങ്ങളാണ് കീർത്തിക്കുന്നത്. പക്ഷികളാകട്ടെ, കോകിലങ്ങളാകട്ടെ, പിന്നെ അതുപോലെ പശുക്കളാവട്ടെ, പിന്നെ ഭഗവത് ദാസന്മാരാവട്ടെ, അല്ലെങ്കിൽ ഈ സേവികമാരാവട്ടെ, എപ്പോഴും ഭഗവാന്റെ ഈവൻ ബ്രഹ്മാവ് ലോകത്ത് ബ്രഹ്മാവ് ഈവൻ ഗരുഡ ഭഗവാൻ ഇങ്ങനെ ചിറകടിക്കുമ്പം സാമവേദമാണ്. എന്താ സാമവേദം? സാമവേദം ഭഗവാനെ പ്രകീർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രഹ്മലോകത്ത് എന്ന് കഴിഞ്ഞാൽ ഭഗവാനും ബ്രഹ്മദേവനും ഒക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഗായത്രി മന്ത്രത്താൽ എപ്പോഴും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേവന്മാർ എപ്പോഴും പുരുഷ സൂക്തം വെച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പൊ സദാസമയവും അതുകൊണ്ടാണ് നാരദമുനി പറയുന്ന സദാസേവ്യ എപ്പോഴും സദാസമയവും ഭക്തന്മാര് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആത്മീയാകാശത്തിലെ വൈകുണ്ഠ ഗ്രഹങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പം അതിന് ഏകപാദ വിഭൂതി എന്ന് പറയും. ഏകപാദ വിഭൂതി, ത്രിപാദ വിഭൂതി എന്ന് പറയും. അതായത് അതിന്റെ അനുപാതം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഈ വൈകുണ്ഠ ഗ്രഹങ്ങളിൽ വെച്ച് നമ്മൾ ഈ ഭൗതിക ലോകത്തെ അനുപാതം നോക്കുകയാണെങ്കിൽ അവിടെ 4-ൽ 1 ഭാഗം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകം. ഭൗതിക ആവിഷ്കാരം എന്ന് വെച്ചാൽ 4-ൽ 1 ഭാഗം. അതിനെ ത്രിപാദ വിഭൂതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ൽ 3 ഭാഗവും ഈ വൈകുണ്ഠ ആധ്യാത്മിക ലോകങ്ങളാണ്. അപ്പം അവിടെ നിന്ന് ചിലപ്പോ ഭൗമഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പം ഭൗതിക ലോകത്ത് ഭൗതികവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്
നമ്മൾ ഭൗതിക ലോകത്ത് ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ നെട്ടോട്ടം ഓടുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, ചിലർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചിലര് പദവിക്ക് വേണ്ടി, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലും നെട്ടോട്ടം ഓടുകയാണ്. പക്ഷെ ആധ്യാത്മിക ലോകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, എപ്പോഴും ഭൗതികമായിട്ടുള്ള ജീവിതം വെച്ച് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധ്യാത്മികതയുടെ എന്താ പറയാ മൂർത്തീഭാവമാണ് എല്ലാ വൈകുണ്ഠ ലോകങ്ങളും എന്ന് പറയുന്നത്. അവരെല്ലാം അത്രമാത്രം സന്തോഷവും ആനന്ദവും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ എപ്പോഴും പിന്നെ അതായത് പ്രഭാപൂരമായിട്ടുള്ള ഇരുട്ടില്ല, ദ്വന്ദ്ങ്ങളില്ല, ദുഃഖങ്ങളില്ല, യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ആധ്യാത്മിക ലോകം. അപ്പൊ നമ്മൾ ആലോചിക്കണം എത്രമാത്രം പിന്നെ ആശ്ചര്യജനകമാണ് അല്ലേ ആത്മീയ ലോകം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്ത് ആൾക്കാർ അമ്പരന്ന് നിൽക്കുവാണ്. ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ ഭൗതിക ലോകത്ത്? ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ആ കണക്കിന് വളരെ തുച്ഛമായ കാര്യങ്ങളേ ഉള്ളൂ, വളരെ തുച്ഛമായ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഇന്നലെ ഏതൊരു ക്ലാസ്സിൽ ഒരു മാതാജി പറഞ്ഞാണ്, അതായത് നമ്മളിങ്ങനെ ഈ ഭൗതിക ലോകത്തും നമ്മളെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ എന്താ യോഗ്യതയുള്ളവര് പോകുന്ന വഴിക്ക് ഈ പിന്നെ സ്വർഗലോകമൊക്കെ കാണിക്കും. ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ആ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നു. അവർ വളരെ സന്തോഷമായിട്ടുള്ള ഭയങ്കര സൗധങ്ങള്, വിമാനങ്ങള്, അപ്സര സ്ത്രീകള്, അവരുടെ നൃത്തങ്ങൾ, ഇതെല്ലാം കണ്ട് 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 കണ്ടാണ് ഈ പിന്നെ എന്താ പറയാ വൈകുണ്ഠ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്ന് വിചാരിക്കോ ഈ സ്വർഗലോകത്തൊക്കെ എന്താ സന്തോഷം, ആൾക്കാര് എന്താ നല്ല സൗധങ്ങൾ, നല്ല കെട്ടിടങ്ങൾ, നല്ല മനോഹരമായ ആൾക്കാര്. ഇവിടെയും കുറച്ചു നാളൊക്കെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായി, എനിക്ക് കൊള്ളായിരുന്നു, ഇവിടെയും കൂടെ ഒക്കെ കുറച്ചു നാളൊക്കെ നിന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം വെച്ചാൽ അതൊക്കെ വളരെ തുച്ഛമാണ്. സ്വർഗലോകങ്ങളിലെ ജീവിതം പോലും അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ സുഖ സൗകര്യങ്ങൾ പോലും അതൊക്കെ തുച്ഛമാണ്. കാരണം നമ്മൾ വൈകുണ്ഠ ലോകത്തിൽ പോയിട്ട് ഇപ്പൊ ചിലർ ചോദിക്കും, വൈകുണ്ഠ ലോകത്തിൽ പോയിട്ട് ആരെങ്കിലും തിരിച്ചു വന്നോ? ഭഗവാൻ തന്നെയാണ് ഇത് പറയുന്നത്. ഭഗവാൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ നമ്മളോട് പറയുന്നത്? നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. 15-ാം അധ്യായത്തിലാ ഭഗവാന്റെ ധാമത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നതാണ് ഇതെല്ലാം. അവിടെ വൈദ്യുതിയുടെ ആവശ്യമില്ല, സൂര്യനോ ചന്ദ്രനോ ഒന്നും വെളിച്ചം പരത്തുന്നില്ല. അവിടെ എപ്പോഴും എന്താണ് പ്രഭാപൂരമാണ്. അവിടെ വന്നവരാരും തിരിച്ചു പിന്നെ ഈ ദുഃഖാലയത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരത്തില്ല. അതാണ് എൻ്റെ പരമമായിട്ടുള്ള ധാമം. അപ്പൊ ഇതൊക്കെ ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരികയാണ് ഭഗവത്ഗീതയ്ക്കകത്തോട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ശാസ്ത്രത്തിലും ഭഗവാന്റെ വാക്കുകളിലുള്ള വിശ്വാസത്തിൽ കൂടി മാത്രമാണ് നമ്മൾ ഇതെല്ലാം പരിശീലിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കേണ്ടത്. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ ഇന്നത്തെ ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അതൊരു തയ്യാറെടുപ്പ് മാത്രമാണ് ഭഗവാനിലേക്ക് തിരിച്ചെത്തുക, ആ ഭഗവത് ലോകത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത്. അപ്പം വെറുതെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാക്കി സമയം കളയാതെ ലളിതമായ ജീവിതവും ഉന്നതമായിട്ടുള്ള ആധ്യാത്മിക ചിന്തയും അതാണ്. അതായത് സിമ്പിൾ ലൈഫ് ആൻഡ് ഹയർ തിങ്കിങ്. നമ്മൾ എപ്പോഴും ആ രീതിയിലായിരിക്കണം. ഭഗവാനോടുള്ള ചിന്തകള് വളർത്തി വളർത്തി അതാണ് ഉന്നതമായ ചിന്തകൾ, ആധ്യാത്മിക ചിന്തകളെ വളർത്തിയെടുക്കണം. അതുപോലെ ലളിതമായ ജീവിതം നമ്മൾ നയിക്കണം. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മനുഷ്യന് ഏതെല്ലാം തരത്തിൽ അവര് ആസ്വദിക്കാമോ അതുപോലെയാണ്, പണ്ടത്തെ രീതിയൊന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണത്? മനുഷ്യന് കൂടുതൽ കൂടുതൽ ഭൗതികമായ ആസക്തി കൂടിക്കൂടി വരികയാണ്. ഭൗതികമായ ആസക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. എത്ര ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും ഭൗതിക ലോകത്തുണ്ടായാലും ആസക്തിക്ക് ഒരു കുറവുമില്ല. എന്തുകൊണ്ടാണ്? അവര് ഭഗവാനിലേക്ക് തിരിയുന്നില്ല. ഭഗവാനെ എന്താ പറയാ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആധ്യാത്മിക ചിന്ത വളർത്തിയെടുക്കാൻ അവരൊരിക്കലും തൽപരരല്ല. അപ്പൊ അതാണ് ഭൗതികവാദികളും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ മായാവാദികളും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടേതായ ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഭൗതികമായ ആസക്തിയൊക്കെയാണ്. ഇപ്പൊ ഭൗതികവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക സൗകര്യങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ അവർക്ക് പിന്നെ
അവര് ചിന്തിക്കുമോ ഈ പിന്നെ ഭൗതിക ലോകം ഇത്രയേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗ്ഗലോകമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ. അപ്പം ഇവൻ അവർക്ക് അങ്ങനെ മാറാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയല്ലോ പിന്നെ പുണ്യകാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് പിന്നെ ഈ ഉന്നത ഗ്രഹങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടും. പക്ഷെ കലിയുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ, നിത്യാനന്ദ പ്രഭുവിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഹരിനാമ ജപവും, അതാണ് നമ്മളെ ഏറ്റവും വലിയ ചാരിറ്റി, അതായത് പുണ്യകർമ്മവും ചാരിറ്റി എന്ന് പറയുന്നത് നാമജപം. അതുപോലെ നമ്മുടെ പുണ്യകർമ്മം എന്ന് പറയുന്ന നാമജപവും, അതുപോലെ ചാരിറ്റി എന്ന് പറയുന്നത് പ്രസാദ വിതരണവുമാണ്. നമ്മൾ പ്രസാദം ഉണ്ടാക്കി മറ്റാൾക്ക്, ഇപ്പൊ തന്നെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇസ്കോൺ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പ്രസാദമാണ് അല്ലേ? എപ്പോ ചെന്നാലും പ്രസാദമാണ്. അതുപോലെ ഭക്തന്മാരുടെ വീടുകളിൽ ചെന്നാൽ എപ്പോഴും അവിടെ പ്രസാദമാണ്. അപ്പൊ എന്താണത്? അപ്പൊ അതൊരു ചാരിറ്റിയാണ്. ചാരിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പം പൈസ അല്ല കൊടുത്തല്ല ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടത്, ആ പ്രസാദം കൊടുക്കുക. പൈസ കൊടുത്താൽ അവർ ഏതെങ്കിലും തരത്തിൽ അത് പല രീതിയിൽ വിനിയോഗിക്കും. പക്ഷെ പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ആധ്യാത്മികമായ, ഒരു നേരത്തെ, ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രസാദം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ആധ്യാത്മിക ഉന്നതി ഉണ്ടാകും, എന്നെങ്കിലും ഏതെങ്കിലും ജന്മത്തിലെങ്കിലും. അപ്പൊ അതാണ് നമ്മുടെ പുണ്യകർമ്മം. പിന്നോ നാമം ജപിക്കുക, എല്ലാവരെയും കൊണ്ട് നാമം ജപിപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള സേവനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ പുണ്യകർമ്മം, അല്ലെങ്കിൽ പിന്നെ ചാരിറ്റി എന്നൊക്കെ പറയുന്ന അതാണ്. അപ്പം ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആത്മീയാകാശത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അപ്പൊ അതാണ് ഏറ്റവും നല്ല ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ യോഗശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അന്യഗ്രഹങ്ങളിലേക്ക് പോകാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ചന്ദ്രനിൽ പോയ കാര്യമൊക്കെ. അത് തെറ്റോ ശരിയോ ഒന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും ഈ ഭൗതിക ശരീരം കൊണ്ട് നമുക്ക് മറ്റൊരു അന്യ ഗ്രഹങ്ങളിലേക്ക് പോകാന് പിന്നെ എന്താ, അതായത് ബഹിരാകാശ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശൂന്യാകാശ വാഹനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിനോദങ്ങൾ പോലെ നമുക്ക് കാണുന്നുള്ളൂ ആചാര്യന്മാര്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്യത്തിലേക്ക് ഉപയോഗപ്രദമൊന്നും അല്ല ഇത്, അല്ലേ? അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധ്യാത്മിക ലോകവും ഉന്നതമായ ലോകങ്ങളിലേക്ക് ഉയരണം. അപ്പൊ ആ ഉന്നതമായ ലോകങ്ങളിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ അതിനുള്ള തപശ്ചര്യകളും അതിന്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. അപ്പം അതേപോലെ തന്നെ ഈ പിന്നെ അഷ്ടാംഗ യോഗ ചര്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഈ അവരിരുന്ന ധ്യാനത്തിലൂടെ അവര് ഈ വായുവിനെ നിയന്ത്രിച്ച്, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ, അതായത് ഓരോ ചക്രത്തിൽ കൂടി വായുവിനെ അവര് നിയന്ത്രിച്ച് കൊണ്ടുവന്ന് ഋജുരേഖയിലാക്കിയിട്ട് അവര് ഉദരത്തിൽ നിന്ന് നാഭിയിലേക്ക്, നാഭിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് തോളലിലേക്ക്, പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണമണികളില, പിന്നെ അതിന് മസ്തിഷ്കം. അപ്പൊ അങ്ങനെ അവർക്ക് ആ വിചാരിക്കുന്ന സമയത്ത് അവരുടെ ഈ യോഗികൾക്ക് അവരുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയും അവരുടെ ധ്യാനയോഗത്തിലൂടെ. അപ്പൊ അതാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇപ്പൊ ഈ മനസ്സും ബുദ്ധി എന്ന് പറയുന്നത്, ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും വേഗങ്ങളെ കുറിച്ചൊന്നും സാധാരണ ആൾക്കാർക്ക് യാതൊരു വിവരവുമില്ല. കാരണം എത്ര വേഗത്തിലാണ് മനസ്സ് സഞ്ചരിക്കുന്നത്, എത്ര വേഗത്തിലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എത്ര നിമിഷം കൊണ്ട് നമ്മൾ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ എത്തും മനസ്സുകൊണ്ട്. അപ്പൊ അതേപോലെ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ പിന്നെ അതില് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ഇന്ദ്രിയാണി പരാണിയാഹൂർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധിർ ഏ ഭുക്തേസ്തു ഏവസഹ. എന്ന് വെച്ചാല് ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് ബുദ്ധി. അതാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു എന്നാണ്. മനസ്സിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് ബുദ്ധി. ഇതിനെക്കാട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ആത്മാവ്. നമ്മുടെ ശരീരത്തിരിക്കുന്ന ആളാണ് ആത്മാവ്. ഈ ആത്മാവാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പിന്നെ മനസ്സുകൊണ്ട് ഊഹാപോഹങ്ങൾ ചെയ്യുന്നത് എല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. എല്ലാത്തിന്റെയും ഊർജത്തിന്റെ ഉറവിടം, അതായത് ഈ എല്ലാ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെ എല്ലാ ഉറവിടം എന്ന് പറയുന്ന ഭഗവാനാണ്. അതേപോലെ നമ്മുടെ ഈ ശരീരത്തിന്റെ എല്ലാത്തിന്റെയും
ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പം അതുപോലെ തന്നെ ഇതൊന്നും ജഡപദാർത്ഥമൊന്നുമല്ല. അപ്പൊ അതിനെയാണ് ചേതന എന്ന് പറയുന്നത്, ചേതന. അപ്പം ആത്മാവെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതരമാണ്, ശക്തമാണ്. അപ്പം ഇപ്പൊ നമുക്കൊരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അത്ര വളരെ എന്താണ് ശക്തിയോടുകൂടിയാണ് ആത്മാവ് ഈ ഒരു ശരീരം വിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതിന് ആത്മാവിന് ഭൗതിക വാഹനത്തിന്റെ ഒന്നും ആവശ്യമില്ല അതിന് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലേ? ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് നേരെ അതിന്റെ ലക്ഷ്യപ്രാപ്തി. കാരണം അതൊക്കെ ഭഗവാന്റെ ക്രമീകരണങ്ങളാണ്, ആചാര്യന്മാരുടെ അനുഗ്രഹങ്ങളാണ്, നമ്മുടെ തപശ്ചര്യകളാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന തപശ്ചര്യകളിലൂടെ നമ്മുടെ ആത്മാവിനെ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വൈകുണ്ഠ ഗ്രഹത്തിലേക്ക് മാറ്റാൻ കഴിയും. പിന്നെ ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആത്മാവാണ് എല്ലാം എന്ന് മനസ്സിലാക്കാതെ ആഹാര, നിദ്ര, ഭയ, മൈഥുനം ഇതിൽ മുഴുകി കിടക്കുകയാണ്. അപ്പോ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കാരണം വെച്ചാൽ അവരെല്ലാം എല്ലാത്തിലും വിസ്മൃതിയാണ്, പൂർണ്ണമായ വിസ്മൃതി. അപ്പം ഈ ആധ്യാത്മിക സ്ഫുലിംഗമാണ്. അതായത് ആക്ച്വലി ആത്മാവെന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, വൈദ്യുതി ഇതിനെ പോലൊന്നും അല്ല. അതിലെയൊക്കെ ശക്തമാണ് ആത്മാവിന്റെ പ്രഭ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്ത് നിന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം നിത്യാനന്ദ പ്രഭു വന്ന് ഇതിനെയൊക്കെയുള്ള യഥാർത്ഥ കാരണങ്ങൾ, ഇപ്പൊ നമ്മള് നിത്യാനന്ദ ബലരാമന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് ഈ ശ്ലോകം വർണ്ണിക്കുന്നെങ്കിലും ഈ ചിന്താമണി പ്രകര സത്മസ് കൽപ്പവൃക്ഷ എന്ന ശ്ലോകം പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ശ്രീല പ്രഭുപാദ ഈ ആധ്യാത്മിക ഭൗതിക ലോകത്തിന്റെ ഒരു വിവരണം, വിശേഷിച്ച് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു വലിയ വിവരണമാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഭഗവത്ഗീതയ്ക്കകത്ത് 15-ാമത്തെ അധ്യായത്തില് നമുക്ക് അതിനകത്ത് 15 20 ശ്ലോകങ്ങളുണ്ട്. ആ 15 ആ ശ്ലോകത്തിനകത്ത് എല്ലാം ഇതെല്ലാം തന്നെയാണ്. അതായത് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു വിവരണമാണ്. പക്ഷെ ഈ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയാണ് ശ്രീല പ്രഭുപാദ ഈ ഒരു ശ്ലോകത്തിന് ഇവിടെ ഇത്രയും വലിയ ഒരു ഭാവാർത്ഥം നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് യോഗികളുടെ കാര്യം. യോഗികള് ഈ യോഗ അഭ്യാസത്തിൽ കൂടി അവരുടെ പ്രാണശക്തിയെ മൂർധാവിലേക്ക് അവര് ഉയർത്തിയിട്ട് ഇപ്പൊ ഇതൊക്കെ നാസികയിലൂടെ പോകാം, കണ്ണുകളിൽ കൂടെ പോകാം, പക്ഷെ കാതുകളിൽ കൂടെ പുറത്ത് ചാടാം. പക്ഷെ യോഗികൾ എന്താണ് ചെയ്യുന്നത്? അതിനെ പൂർണ്ണമായും അതാണ് യോഗചര്യ. യോഗിനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ആരാണ്? ശരിക്കും ഈ പരമാത്മാവിനെ ധ്യാനിച്ച് ആ ഒരു അഷ്ടാംഗ യോഗചര്യയിൽ പരിപൂർണനാകുന്ന ഒരു ആളിനെയാണ് യഥാർത്ഥ യോഗി എന്ന് പറയുന്നത്. യോഗികളുടെ കാര്യം പറയും. പക്ഷെ ബുദ്ധിയോഗം, അതായത് ഭക്തിയോഗമാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തിയോഗിയാണ്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, അതാണ് യോഗിനാമപി സർവേഷ, യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി എന്ന് പറയുന്ന ഭക്തിയോഗിയാണ്. പിന്നെ അഷ്ടാംഗ യോഗ ചര്യയിൽ കൂടി അവർക്ക് അഷ്ടസിദ്ധി കൈവരും. അഷ്ടാംഗ ചര്യയിലൂടെ അവർക്ക് തന്റെ പ്രാണവായുവിനെ ആവാഹിച്ച്, അതൊക്കെ എന്ന് വെച്ചാൽ അത് അവരുടെ മാത്രം സ്വാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് അവരവർക്ക് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. അത് അവര് എത്രമാത്രം അതിന്റെ പരിപൂർണതയിൽ എത്തുമെന്ന് നമുക്ക് പരിപൂർണമായിട്ടും പറയാനും പറ്റില്ല. പക്ഷെ ഭക്തന്മാരങ്ങനെയല്ല. ഭക്തന്മാരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ലോകാനാം ഹിതകാരിണവും എന്നാ പറയുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഭക്തന്മാർ. അതാണ് യോഗികളും ഭക്തി യോഗികളും മറ്റു ധ്യാന യോഗികളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്കകത്തും ഒക്കെ. അവരിങ്ങനെ പ്രാണനെ ഈ കൺപുരിയങ്ങളുടെ മധ്യഭാഗത്ത് കേന്ദ്രീകരിക്കും. എന്നിട്ട് മൂക്കിന്റെ ടിപ്പിലേക്ക് കണ്ണുകൾ നോക്കും. പിന്നെ അതിന് ശേഷം അവർക്ക് വിചാരിക്കുന്ന സമയത്ത് അവരുടെ ശരീരം തിരിക്കാം. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം സദ്ഗുരു എന്ന ഒരു അസോസിയേഷൻ ഉണ്ട്, കോയമ്പത്തൂരാണ്. അപ്പൊ അവിടെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പൊ അവര് പറയാണ് ആ സദ്ഗുരുവിന്റെ പത്നി, അവർക്ക് അവരുടെ ഗുരു എപ്പം നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് പ്രാണനെ ഉപേക്ഷിക്കാം എന്നുള്ള അതൊരു വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവിടെ ഒരു വലിയ പൂജ, ഒരുപാട് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇദ്ദേഹം വലിയ സദ്ഗുരു പൂജ നടത്തി. അപ്പൊ ആ പൂജ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവര് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവരുടെ ശരീരം അവിടെ വെച്ച് വെടിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ ഇന്നോസ്പീഷ്യസ് ആണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും പൂജ നടക്കുന്ന സമയത്ത്, പക്ഷെ അവർക്ക് അതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അവര് വിചാരിച്ചാൽ അവർക്ക് ഏത് സമയത്ത്, കാരണം അതൊക്കെ ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മുടെ ഗുരുക്കന്മാര് നമ്മളോട് പറഞ്ഞു തരത്തില്ല, കാരണം നമ്മള് ഭഗവാനെ സ്മരിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അന്തേ നാരായണ സ്മൃതി. അതിനുവേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്നത്, നമ്മള് പിന്നെ എന്താ ഭാഗവതം പഠിക്കുന്നത്, അത് ശ്രവിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിലൂടെയാണ് കലിയുഗത്തിൽ നമുക്ക് ആധ്യാത്മിക സാക്ഷാത്കാരം നേടാൻ പറ്റുന്നത്. അല്ലാതെ എന്താ പറയാ, യോഗികളെ സംബന്ധിച്ചിടത്തോളം ഏത് ഗ്രഹത്തിൽ വേണമെങ്കിൽ അവർക്ക് വൈകുണ്ഠ ലോകത്തിൽ പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഏതെങ്കിലും ഗ്രഹങ്ങളിൽ, ഇപ്പൊ തന്നെ സിദ്ധലോകം, വിദ്യാധര ലോകം, ഗന്ധർവ ലോകം, അങ്ങനെ പല ലോകങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ലോകങ്ങളിൽ അവർക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ടാത്ത വൈകുണ്ഠ ലോകങ്ങളിലേക്ക്, കൃഷ്ണധാമത്തിലേക്കാണോ പോകേണ്ടത് എന്ന് പിന്നെ അവരവരുടെ തീരുമാനമാണ്. അപ്പൊ നമ്മളോട് നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, ഭഗവാൻ ഗീതയിലൂടെ പറയുന്നു, ഭാഗവതത്തിലൂടെ പറയുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാ പറഞ്ഞു തരുന്നത്? വൈകുണ്ഠ ലോകങ്ങളുണ്ട്, അവിടെയാണ് ഒരു ഭക്തന്റെ ധാമം, അല്ലെങ്കിൽ ഒരു ഭക്തൻ തിരിച്ചു ചെല്ലേണ്ടത്. അവന്റെ യഥാർത്ഥ ധാമം എന്ന് പറയുന്നത് അതാണ്, യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് അതാണ്. അവിടേക്കാണ് നമ്മൾ, അവിടുന്നാണ് വന്നത്, അവിടേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പല പല ഗ്രഹങ്ങളും പല പല പിന്നെ എന്താ പറയാ ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണും. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ മനസ്സിനെ ആകർഷിക്കാൻ പാടില്ല. അപ്പം ശരീരാവബോധത്തിലെ ശരീരം ത്യജിക്കുന്നവര് എന്താ പറയാ പിന്നെ ഇപ്പം ഭൗതികമായ ചിന്താഗതികളോട് ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മൾ ഭൗതികമായ ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ ശരീരം ത്യജിക്കുമ്പോൾ വീണ്ടും ഭൗതിക ലോകത്ത് തിരിച്ചു വരും. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇപ്പം ചിലപ്പം അത് ഊർധം ഗച്ഛന്തി സത്വസ്ഥ, സത്വഗുണത്തിലുള്ള ഒരു ഉന്നതമായ ഗ്രഹങ്ങളിലേക്ക് പോകും. പിന്നെ അതുപോലെ പിന്നെ മധ്യേ തിഷ്ഠന്തി രാജസ, രജോ ഗുണത്തിലുള്ള ആൾക്കാർ ഈ ഭൗതിക ലോകത്ത് തന്നെ നിൽക്കും. അതുപോലെ സമയായി. അപ്പൊ ഈ ശ്ലോകം തീർന്നിട്ടില്ല കേട്ടോ, കുറെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതങ്ങ് ഞാൻ പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗതികമായിട്ട് ഇപ്പം ഭൗതിക ആധ്യാത്മിക വ്യോമ പിന്നെ ങ്ങളെ കുറിച്ചുള്ള വിവരണമാണ്. അതൊരിക്കലും സാങ്കല്പികവോ അല്ല, അപ്രായോഗികവും അല്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദിക മന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഭഗവാൻ വാസുദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് ഈ ബ്രഹ്മാവ് അത് വെളിപ്പെടുത്തി തന്നതും നമ്മുടെ മനുഷ്യലോകത്തെ. അപ്പോ നമുക്ക് ഇതൊക്കെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ജീവിത പരിപൂർണത നേടാനായിട്ട് നമുക്ക് സാധ്യമാകത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് ആചാര്യന്മാരായാലും ശാസ്ത്രങ്ങളിലൂടെ ആയാലും ഭഗവാൻ സ്വയമായാലും ഈവൻ ബ്രഹ്മദേവനായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പരിപൂർണ വിവരണം നമുക്ക് നൽകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലും ഭാഗവത പുരാണത്തിലൊക്കെ ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ യുഗത്തിലെ പതിതരായ ജനങ്ങൾക്ക് അനായാസം സ്വീകരിക്കുന്ന രീതിയിലാണ് അത് വളരെ ലളിതമാക്കി. ഇത് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, യോഗചര്യയുടെ കാര്യം, അഷ്ടാംഗ യോഗചര്യയുടെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ വൈകുണ്ഠ ലോകങ്ങളിലെ പോകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം തപശ്ചര്യകൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. ഇപ്പൊ ചില ആൾക്കാർ ശരീരം എന്താ പറയാ ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ശരീരം വെടിഞ്ഞിട്ട് ആത്മാവിന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിക്കാം, ഏത് ഗ്രഹത്തിൽ വേണമെന്ന് പോകാം. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇതിനൊന്നും യോഗ്യതയില്ലാത്തവരാണ്. കലിയുഗത്തിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപരിലോകങ്ങളിൽ പോകണമെന്ന് അറിയത്തില്ല, വൈകുണ്ഠ ലോകത്ത് പോകണമെന്ന് അറിയാൻ വയ്യ, ഗോലോക വൃന്ദാവനത്തിൽ പോകണമെന്ന് അറിയാം, ഇതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ അവരെയൊക്കെ ഉത്തേജിപ്പിച്ച്, അതായത് അദ്ദേഹത്തിന്റെ ആ അവതാരം കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഭൗതിക ലോകത്തുള്ള നമ്മളെ പോലെ വെറും ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഒരു നമ്മുടെ ഭൗതിക രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു ഒറ്റമൂലി ആയിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യായ നാമിനെ ഗൗരത്യസേ നമ. അതാണ് പറയുന്നത്. കാരണം ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത്
അവരുടെ അവതാരം തന്നെ എന്താണ്? അജാനുലംബിത കരവും കനകാവതാതവും സങ്കീർത്തനൈക നിപുണവും കമലായതാക്ഷവും വിശ്വംഭരവും ദ്വിജവൃത്വരവും യുഗധർമ്മപാലവും വന്ദേ ജഗത്പ്രിയകരവും കരുണാവതാരം. അവര് കരുണാവതാരങ്ങളാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും എന്ന് പറഞ്ഞ കരുണാവതാരങ്ങളാണ്. അജാനുലംബിത എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിന്റെ കൈകള് മുട്ടിന് താഴെ നീണ്ടു കിടക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കരങ്ങളാണ്. അജാനുലംബിത കരവും. പിന്നെ കനകാവത, അതായത് കനകത്തിന്റെ നിറമാണ്, ഉരുക്കിയ സ്വർണത്തിന്റെ തങ്കത്തിന്റെ നിറമാണ്. പിന്നെ അവര് എന്താണ്, ഭൗതിക ലോകത്തെ ആൾക്കാരെ സങ്കീർത്തനം പഠിപ്പിക്കാനാണ് അവര് വന്നത്. അവരുടെ കണ്ണുകളോ പറഞ്ഞ പോലെ നീണ്ട കമലാക്ഷം, അതായത് അവരുടെ കണ്ണുകളെന്ന് വെച്ചാൽ നീണ്ട താമര ഇതളുകൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളായിരുന്നു. അവര് വിശ്വംഭരവും എന്ന് വെച്ചാൽ എന്താ, ഈ ഭൗതിക ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവരായിരുന്നു. വിശ്വംഭരവും ദ്വിജവരവും എന്ന് വെച്ചാൽ അതുപോലെ ബ്രാഹ്മണരായിരുന്നു അവര്. അതുപോലെ തന്നെ യുഗധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് അവര് ഭൗതിക ലോകത്ത് വന്നത്. അപ്പൊ അവരെ ഞാൻ വന്ദിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അവരെത്രമാത്രം കരുണാർദ്ദവമായിട്ടുള്ള ആൾക്കാരായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും. അപ്പൊ അതാണ് അതായത് ചൈതന്യ ഭാഗവതത്തിനകത്ത് പറയുന്ന ആദ്യത്തെ ശ്ലോകമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചൈതന്യ ചരിതാമൃതം ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് വളരെ നമുക്ക് ഇതിനകത്ത് ആധ്യാത്മിക ജീവിതത്തിൽ ഈ വിഷയങ്ങളെ കുറിച്ച് താല്പര്യമുള്ളവർക്ക് വളരെ എന്താ പറയാ എളുപ്പത്തില് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രചിച്ചത്. അപ്പൊ ശ്രീല പ്രഭുപാദ ഇതിനകത്ത് ഈ ഒരു ശ്ലോകത്തിന് ഒരുപാട് വർണ്ണനകൾ കൊടുത്തിട്ടുണ്ട്. ആധ്യാത്മിക ലോകത്തിന്റെ വർണ്ണന, ഭൗതിക ലോകത്തിലെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ അവരുടെ ചിന്താഗതി, നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം, നമ്മൾ എങ്ങനെയാണ് ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കേണ്ടത്, ഇതൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ വളരെ എലാബറേറ്റ് ആയിട്ട് ഒരു 3-5-6 പേജില് ശ്രീല പ്രഭുപാദ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സമയം കുറച്ച് കൂടുതൽ എടുത്തു പോയി, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. 2 ശ്ലോകമേ എടുത്തിട്ടുള്ളൂ. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരാജ് കി ജയ്, ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആൾക്കാരൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു 6 മണി കഴിഞ്ഞപ്പോ. ഹരേ കൃഷ്ണ. ഞാൻ വിഷ്ണുപ്രിയാണ്. സമയം പോയെന്ന് അറിഞ്ഞില്ല. നന്നായിട്ടുണ്ടായിരുന്നു. ഹരിബോൽ വിഷ്ണുപ്രിയ. ആദ്യമായിട്ടാണോ കയറിയത്? അല്ല, ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചില്ലെന്നേ ഉള്ളൂ. ഓ, എന്റെ നമ്പരൊക്കെ പോയായിരുന്നു, എന്റെ ഫോൺ മാറിയപ്പോഴേ. അതുകൊണ്ട് വിഷ്ണുപ്രിയയോട് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം കണ്ടതില്. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. സോറി കേട്ടോ, ഇന്ന് ഇത്തിരി ലേറ്റ് ആയി പോയി. കാരണം ഇത് വലിയ ഒരു പർപ്പോർട്ടായിരുന്നു. അത് എടുത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറച്ചൊക്കെ വിട്ടു. സാരല്ല മാജി, നന്നായിരുന്നു മാജി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. വാഞ്ചകൽപതരോഹ്യശ്ച കൃപാ സിന്ധോഹേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ. ഗൗരപ്രേമാനന്ദേ ഹരി ഹരി. ഹരി ഹരി. ഹരേ കൃഷ്ണ.